പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്, കഴിഞ്ഞ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിരക്കാത്ത നടപടിക്രമങ്ങളെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ, മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം നീതീകരിക്കുകയും ആ നീതി മറ്റുള്ളവരുടെ മേൽ അത് കെട്ടിവെക്കുകയോ ചെയ്യാതെ അത് ഏറ്റവും ദൈവത്തിൻ്റെ മാപ്പ് ചോദിക്കുന്നതിനെക്കുറിച്ചാണ്. ഭൂതകാലത്തിൻ്റെ വിശുദ്ധീകരണം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി വർത്തമാനകാലവും അതുപോലെ ഒരു വിഷയമാണ്. ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലവും ദൈവം നിരീക്ഷിക്കുന്നു. വാട്ട് യു ആർ ഡൂയിങ് നൗ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. നിന്റെ വർത്തമാനകാലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് കാലങ്ങളെ വിശുദ്ധീകരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 രാജാക്കന്മാർ 19:13 എടുത്തേ. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു, പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇത് എപ്പോഴും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഞങ്ങളുടെ സെമിനാറിലൊക്കെ ഉണ്ടല്ലോ, ഈ പഠിക്കണ കാലത്ത് എല്ലാ സ്റ്റഡി ഹാളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിലിക്കും. ഡീഡിലെന്ന് പറയും. ഡീഡർ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കണ സമയത്ത്. അപ്പോൾ നമ്മൾ അത് പടമൊക്കെ മാറ്റി വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഉത്തരവാദിത്തം. അതാണ് വിഷയം. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് റീൽസ് നോക്കി ജീവിതം പോകണമാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത്. കഴുത്തിങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഒടുങ്ങിയിരിക്കണ മനുഷ്യരെ അടുത്ത ജന്മത്തിൽ. ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം. പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും. പ്രസവിക്കാൻ സാധ്യതയില്ല, വയറ് വളർന്ന് നടക്കേണ്ടി വരും. കാരണം ഈ ചോദ്യചിഹ്നം പോലെ. കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈൽ നോക്കി റീൽസും കണ്ട് കുനിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ. പക്ഷെ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് പോകാം. കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ്. സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത് ബ്രെയിൻ പോലെയാണ്. നമ്മുടെ ബോഡിയൊക്കെ അസ്ഥിയൊടിയണമെങ്കിൽ അതൊക്കെ കൂടും. കോശങ്ങളൊക്കെ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെയും അതൊക്കെ മാംസം വെച്ച് കൂടും. ഞാൻ വണ്ടി ഇടിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് പെറ്റിൽ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കാലിൽ കൂടി അതിൻ്റെ ഫുട് റെസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു. അപ്പോൾ 41 ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി ചികിത്സയിലായിരുന്നു. അപ്പം അവിടെ അവർ ബ്രാല് കൊണ്ടുവരും. എന്താ വെച്ചാൽ ബ്രാല് കഴിച്ചാൽ ശരീരം പെട്ടെന്ന് മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുമെന്നാണ് പറയണത്. അപ്പം പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഒരു അംശം പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടി കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണത്.
വാ പൊളിച്ചു കഴിഞ്ഞാൽ താഴത്തെ തടി മൊത്തമല്ലേ, മുകളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കണേ. താഴത്തെ സാധനമാണ് ഞാൻ കണ്ടുകൊണ്ട് നടക്കുന്നത്. ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല. അപ്പം ഹെൽമെറ്റൊക്കെ ഇല്ലാതെ ചില ആൾക്കാർ വണ്ടിയെ പാഞ്ഞു പോകത്തില്ല. അതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കണത്. അപ്പം ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത്. അപ്പം അത് അത് എളിമ വേണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും, എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും മുട്ടുക തട്ടുക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറയണത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയത്തുള്ളൂ. അതാണ്. പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ത്വര, ഒരു കാര്യം വേണ്ട. വെറുതെ പോയാലും മുമ്പിൽ ഒരുത്തനെ കണ്ട അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അതൊക്കെ ബ്ലഡിലുള്ള അഹങ്കാരങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണി മേടിക്കണത്. ശരിക്കും നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും. അഹങ്കാരം വന്ന ദൈവം അപ്പം തന്നെ അവിടുന്ന് മാറും, പ്രൊട്ടക്ഷൻ പോകും. അത് വളരെ ശ്രദ്ധിച്ച്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം അതൊന്നുമല്ല. നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ഉണ്ടാകണം. അപ്പം നീ വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ 80 പോവുകയാണ്. അപ്പം അവിടെ 80 പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 5 മിനിറ്റ് അവിടെ നേരത്തെ എത്താവുന്ന, നേരത്തെ 5 മിനിറ്റ് എത്തിയാലും 50 മിനിറ്റ് എടുത്തിട്ട് 10 മിനിറ്റ് എത്തിയാലും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല. ചുമ്മാ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക എന്നുള്ള. അത് നീ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു കിട്ടും. ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും. ജീവിതം ദൈവത്തിൽ നിരക്കുന്നതായിരിക്കും. ദൈവം ആ ചോദ്യം ഏലിയോട് ചോദിച്ചപ്പോൾ ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവനേക്കാൾ നല്ല ഉത്തരം വരെ കിട്ടാനുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണത ഞാൻ ജ്വലിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും ഏലിയയെ പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയേണ്ടത് നല്ലതാണ്. വലിയ അനുഗ്രഹമാണ്. അപ്പോൾ പ്രസൻറ്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മളത് നിരീക്ഷിച്ചു വെച്ചാൽ ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ പറ്റും. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുസന്നിധിയിൽ എന്നെ ഉടമ്പടിയുടെ സാക്ഷിയാക്കി ഉയർത്തി ഇവിടെ നിർത്തിയതിന് അമ്മ മാതാവിനും യേശുവപ്പയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ വരുന്നത് ചമ്പക്കുളം അമിച്ചേരി എന്നാണ്. ഞാൻ കൃപാസനം അറിഞ്ഞ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്ന ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. ആകെ ഉഴപ്പായി, ഭയങ്കര കടമായി, ആകെ ഒരു ബുദ്ധിമുട്ടിൽ, ടെൻഷനായി, പലിശയ്ക്കും ബാങ്ക് ലോണും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര കടത്തിൽ നിൽക്കുന്നൊരു സമയത്ത് ഉറക്കമില്ലായ്മ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ഞാനിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കാണ്, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് കൃപാസനത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആൾക്കാരൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു. അത് കാരണം ഞാൻ അതിനെ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ കൃപാസനത്തിലെ പത്രം കിട്ടി. അപ്പോൾ അമ്മ ഒരു പ്രാവശ്യം അത് എൻ്റെ ഇത് ഞാനിനി ഇങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ നശിച്ചു പോകും, എനിക്ക് മെൻറ്റാലിറ്റിയൊക്കെ മാറി തുടങ്ങി, വേറെയൊക്കെ എന്തൊക്കെയോ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് എവിടുന്നോ ഒരു കൃപാസനം പത്രം കിട്ടി. അമ്മ അതെൻ്റെ തലേണയുടെ അടിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാനിങ്ങനെ കിടന്നപ്പോൾ എന്തോ തലയെ മുട്ടി ഞാൻ ആ പത്രം എടുത്ത് എൻ്റെ സൈഡ് ടേബിളുണ്ട് അവിടെ കയറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ അതെടുത്ത് ബെഡ്ഷീറ്റിനടിയിൽ കയറ്റി വെച്ചു. അപ്പോൾ അതും ഞാനിങ്ങനെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ പത്രം ഇരിക്കുന്നു, അത് ഞാൻ വീണ്ടും എടുത്ത് സൈഡ് ടേബിളിനടുത്ത് വെച്ചു. മൂന്നാമത്തെ ദിവസം ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കമില്ല, കാരണം ടെൻഷനും കാര്യങ്ങളും. എനിക്ക് രാത്രിയായിരുന്നു കൂടുതൽ ഇഷ്ടം, കാരണം പകൽ ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം പിറ്റേ ദിവസം ഈ കടവടയ്ക്കാനും ആരെങ്കിലും വന്ന് ചോദിക്കുന്നു, ശല്യവും ആൾക്കാരെ കാണുന്ന ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ മാനസികമായി തകർന്നിരിക്കുന്ന സമയമായിരുന്നു. അന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഈ ഫാനിൻ്റെ സൗണ്ടും ഇതുമെല്ലാം നന്മ നിറഞ്ഞ മറിയുമ്പോൾ അങ്ങനെ ഒരു പ്രെയർ പോലെ ഫീൽ ചെയ്യുകയാണ്. പക്ഷേ ആ പ്രെയറൊന്നും എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് ഞാൻ ചർച്ചിലെ സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് അറിയാം, മീൻസ് കറക്റ്റായിട്ട് അറിയത്തില്ല, അങ്ങനെ കേട്ട് പരിചയം മാത്രമേ ഉള്ളായിരുന്നു.
അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കങ്ങനെ ഉറക്കമേ വരുന്നില്ല, ഈ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥനയുടെ പോലെ. അപ്പോൾ ഞാൻ ഉറക്കം വരാൻ വേണ്ടി ഞാൻ ഈ പത്രം എടുത്ത് ഞാൻ സ്വന്തമായിട്ട് തലയണക്കടി കയറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ പരിചയമൊന്നുമില്ല. ഇവിടെ ചോദിച്ചപ്പോൾ ഉടമ്പടി എടുക്കണം അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അന്ന് തിരക്കൊന്നും അധികം ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ ഈ ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ കുറേ ജോലി നോക്കി. ഞാൻ പണ്ട് ഗൾഫിലുണ്ടായിരുന്നു, അവിടെ അന്വേഷിച്ചു. പിന്നെ പുറത്ത് മീൻസ് ഇവിടെ നാട്ടിൽ അന്വേഷിച്ചു. കുറേ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫ് പറ്റാവുന്ന രീതിയിലെല്ലാം ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് അടയ്ക്കാമല്ലോ എന്നുള്ള രീതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എനിക്കൊരു ജോലി കിട്ടി. ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജോലി കിട്ടി എറണാകുളത്ത്. പക്ഷേ ഞാൻ ഉടമ്പടി അത്ര എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഉഴപ്പായിരുന്നു. പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അമ്മ പക്ഷേ ഈ ഉടമ്പടി പുസ്തകം വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കറക്റ്റ് റെഗുലറായിട്ട് അമ്മ പ്രാർത്ഥിക്കും. ഞാൻ ആ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങും. എന്നിട്ട് അമ്മ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തൈലം വെച്ച് എന്നെ കുരിശ് വരച്ചിട്ടൊക്കെ പോകും. ഞാൻ കിടന്ന് ഉറങ്ങും. അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ജോലി കിട്ടി എറണാകുളത്ത്. അപ്പോൾ എറണാകുളത്ത് എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകണേ. അന്നപ്പോൾ ഇവിടെ കയറി ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകണേ. പക്ഷേ എന്നാലും എനിക്കറിയാം ഞാൻ ഉഴപ്പായിരുന്നു, അത്ര പോരാ എന്നുള്ളത്. അപ്പോഴേക്കും ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ജോലി നഷ്ടമായി. അവരെന്നോട് പറഞ്ഞ റീസൺ ഇത് തന്നെ, നീ അത്ര പോരാ എന്നുള്ളത്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ അത് വേറെ എന്തോ ഒരു കാര്യമാണ്. പക്ഷേ എന്നാലും ഈ എൻ്റെ മനസ്സിൽ തോന്നിയ സെയിം റീസൺ അവരും പറഞ്ഞു. ആ ജോലിയിൽ നിന്ന് ഞാൻ പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചാളൂടെ അങ്ങനെ പോയി. ഒരു 1.5 മാസം കൂടെ പകുതിയോളം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഉടമ്പടി പുതുക്കാറായി. അപ്പോഴത്തേക്കും ഞാൻ വന്ന് വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരുവല്ലയിൽ ഒരു ജോലി കിട്ടി. അത് ഞാൻ പറഞ്ഞ ശമ്പളത്തിന് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അന്നപ്പോഴത്തേക്കും അപ്പോൾ കുറച്ച് പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സാധിച്ചു. അപ്പോൾ അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു. ആ ചാപ്പൽ കയറി ഡെയിലി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അന്നപ്പോഴത്തേക്കും അവിടെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഉടമ്പടി എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, പത്രം കൊടുക്കുന്ന കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ കുറച്ചുകൂടെ ഒരു അറിവായി. അതുപോലൊക്കെ ഞാൻ പയ്യെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പഴയ കമ്പനി ഗൾഫിൽ നിന്നൊരു വേക്കൻസി വന്നു. അവിടെയൊക്കെ ഞാൻ പണ്ട് നേരത്തെ വിളിച്ച് കുറേ അന്വേഷിച്ചത്, പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി വന്നു. അവരൊരു 3 മാസം ടൈം എടുത്തു. ആ സമയത്ത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അന്നപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ജോലി. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഗൾഫിലേക്ക് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ കുരിശ് വരച്ച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്നപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി. ഗൾഫിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഗൾഫിലോട്ട് പോകാൻ അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഈ പ്രാർത്ഥനയിലായിരുന്നു. സെക്കൻഡ് ഉടമ്പടി പുതുക്കി ആ സമയത്ത് നിൽക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഞാൻ ഗൾഫിൽ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ കടങ്ങളൊക്കെ കുറച്ച് വീട്ടാൻ സാധിച്ചു. അപ്പോഴേക്കും എനിക്കൊരു ജപ്തി നോട്ടീസ് പോലൊരു നോട്ടീസ് വന്നു. അപ്പോൾ 2 lakh എന്തോ അടയ്ക്കണം, അല്ലെങ്കിൽ അവർ ലോണിൻ്റെ ഫുൾ എമൗണ്ട് പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യത്തോളം എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ 2 lakh ഇപ്പോൾ അത്യാവശ്യമായിട്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു ജപ്തി നോട്ടീസ് വന്നു. അപ്പോൾ ഒരു രക്ഷയില്ല. ആ സമയത്ത് ഞാനിങ്ങനെ എല്ലാ മാസവും എൻ്റെ കിട്ടുന്ന പൈസ ലോണിലോ അതിലൊക്കെ അടച്ചു പോകുന്നതുകൊണ്ട് ഒരു സേവിങ്സ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിനോട് ചോദിച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ ഗൾഫിൽ ഓൾറെഡി ഞാൻ എല്ലാവരോടും ഇവിടെ കൃപാസനത്തിൽ വരുന്ന കാര്യം, ഇവിടുത്തെ സാക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ വരുന്ന ആണെന്നൊക്കെ. അന്നപ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് തന്നെ എനിക്ക് പൈസ തന്നു, ഒരു 2 ലക്ഷം രൂപ. ഒറ്റ ചോദ്യം പെട്ടെന്ന് തന്നു. അപ്പോഴേക്കും അവൻ തന്നെ എന്നോട് പറഞ്ഞു, ഇത് നീ പറയുമായിരിക്കും ചിലപ്പോൾ അമ്മ മാതാവിൻ്റെ കെയർ ഓഫ് കിട്ടിയതായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ നന്നാക്കാന്ന് പറഞ്ഞാൽ അവൻ തന്നു. അങ്ങനെ അത് സെറ്റിൽ ചെയ്തു. അപ്പോഴേക്കും ഞാൻ പിന്നെ അവിടെ തന്നെ ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഇവിടെ എന്താ പറയുക അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നും മാറി, ഞാൻ പേറോൾ സെക്ഷനിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറി, ഞാൻ അക്കൗണ്ട്സാണ്, അപ്പോൾ പേറോൾ സെക്ഷനിലായതുകൊണ്ട് അവിടുന്ന് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ മാറാൻ വേണ്ടിയിട്ട് വേറൊരു ജോലിക്ക് വേണ്ടി ചുമ്മാ ഒന്ന് ഉടമ്പടിയിൽ എന്തെങ്കിലും എഴുതി കിട്ടണമെന്നുള്ള രീതിയിൽ എഴുതിയിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അന്നപ്പം അങ്ങനെ എഴുതിയിട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് ജോലിയും കിട്ടി. സെക്കൻഡ് ജോലി ഇപ്പോൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ പൈസ ഞാൻ എല്ലാ പ്രാവശ്യവും ലോണിലോട്ട് അടച്ചു പോകുന്നതുകൊണ്ട് എനിക്ക് സേവിങ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ്റെ പൈസയും മറിക്കാനായിട്ട് എനിക്കൊരു ടൈറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഉടമ്പടി തീരുന്ന സമയത്ത് എനിക്ക് ജോലി കിട്ടി, പുതിയ ജോലി കിട്ടി. അപ്പോൾ അവിടുത്തെ സെറ്റിൽമെൻറ്റ് വെച്ച് ഇവൻ്റെ ഇതും സോൾവ് ചെയ്തു. അങ്ങനെ ഇപ്പം ഞാൻ ഫെബ്രുവരി 3-ാം തീയതി 2-ാം തീയതി വൈകിട്ട് പുതിയ ജോലിക്ക് വേണ്ടി ഒമാനിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ക്രിയാറ്റിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് മെഡിക്കൽ നമുക്ക് ക്രിയാറ്റിനൊക്കെ കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഗൾഫിൽ പോകുന്നവർക്കൊക്കെ അറിയാം, ക്രിയാറ്റിനും ഷുഗറൊക്കെ ഇച്ചിരി കൂടി കഴിഞ്ഞ് അങ്ങനെ മെഡിക്കലിനൊക്കെ ഇഷ്യൂ ആവും. അപ്പം അതും ഞാൻ പ്രാർത്ഥനയിലൂടെ, അപ്പോൾ വേറെ മെഡിസിനോ ഒന്നും കഴിക്കാതെ ഞാൻ ആ ഉപ്പും തൈലവും മറ്റേ തേനും മാത്രം ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ വെച്ച് മെഡിക്കൽ എടുത്തു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ എടുത്തു ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു അങ്ങനെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ല ക്രിയാറ്റിൻ ഇങ്ങനെ അനാവശ്യമായിട്ട് കൂടേണ്ട ആവശ്യമില്ല,
ഇവിടെ വന്ന് എല്ലാം ചെക്ക് ചെയ്തു. അതും ഞാൻ ഇവിടെ വന്ന് മറ്റേ ഉടമ്പടി എടുത്തതിന് ശേഷം, അപ്പോൾ അവിടുത്തെ ഉടമ്പടി തീർന്നു. ഇവിടെ വന്ന് പുതിയ ഉടമ്പടി ഇവിടെ നേരിട്ട് വന്ന് എടുത്തതിന് ശേഷമേ ഞാൻ ചെക്കിങ്ങിന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാനും അമ്മയും കൂടെ വന്ന് ഉടമ്പടി 3 ദിവസം മുന്നേ ഉടമ്പടി എടുത്ത് പുതുക്കി. എന്നിട്ട് ടെസ്റ്റിന് പോയി. എല്ലാം നോർമലാണ്, കുഴപ്പമില്ല. മെഡിക്കലും എല്ലാം ഓക്കെ ആയി. എല്ലാ കാര്യങ്ങളും സുഖമായി. 2-ാം തീയതി ഈവനിങ് ഞാൻ വീണ്ടും തിരിച്ച് ഗൾഫിന് പോവാണ്. അന്നപ്പം ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് സുഗന്ധാഭിഷേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് എല്ലാവരും പറയും മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. എനിക്ക് വന്നിട്ടുള്ളത് ഒരു പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ആ സ്മെല്ല് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാവശ്യം ഇവിടുന്ന് ചങ്ങനാശ്ശേരി ജോലിക്ക് പോകുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയോട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുരിശയുടെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വെച്ചേക്കുന്നു മറ്റേ നമ്മുടെ റോസാപ്പൂ, ഒരു ഡാർക്ക് റോസാപ്പൂ. അപ്പോൾ ഞാനതങ്ങനെ സ്മെല്ല് ആരോ കൊണ്ടുവച്ചതാണ്. സ്മെല്ല് നോക്കി സെയിം സ്മെല്ലാണ് എനിക്ക് അവിടെ കിട്ടിയത്. അപ്പം എല്ലാവരും മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് പറഞ്ഞ് എനിക്ക് പനിനീർപ്പൂവിൻ്റെ സ്മെല്ലാണ് കിട്ടിയത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ തിരുവല്ല ജോലി ഉണ്ടായ സമയത്ത് ഇവിടെ നിന്ന് മങ്കമ്പിയിൽ നിന്ന് അങ്ങോട്ട് പോണ വഴിക്ക് എപ്പോഴും ഇങ്ങനെ നാഥ വരണമേ എന്നുള്ള പ്രാർത്ഥന ചുമ്മാ ഇങ്ങനെ പാടിക്കൊണ്ട്, അത് മാത്രം ആ 2 ലൈൻ മാത്രം പാടിക്കൊണ്ട് പോകും. അങ്ങനെ പാടിക്കൊണ്ട് പോയ സമയത്ത് ഒരു പ്രാവശ്യം വഴി വെച്ച് ഒരാൾ എന്നെ കൈ കാണിച്ചു, ഒരു 25-30 വയസ്സുള്ളൊരു പുള്ളി. അപ്പോൾ ഇങ്ങനെ കൈ കാണിച്ചപ്പോഴത്തേക്കും അന്ന് ഹെൽമെറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാലം. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തവരെ അങ്ങനെ വണ്ടിയെ കയറ്റാറില്ല, കാരണം ചെക്കിങ് കൊണ്ട് പ്രശ്നം. അപ്പോൾ പുള്ളിയുടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വണ്ടിയെ കയറ്റിയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയുള്ള സമയം, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നു. അപ്പോൾ പുള്ളി അവിടെ നിർത്തിയേക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പുള്ളി ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിർത്തി. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ ബാഗിനകത്ത് കരുതിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ കോട്ടിടും. പുള്ളി പറഞ്ഞു ഞാനും പുറകെ കയറിക്കോട്ടെ, ഞാനും കൂടെ വന്നോട്ടേയും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, പക്ഷെ നനയുമോ, ചെറിയ മഴയുള്ളൂ, അങ്ങനെ വലിയ മഴയില്ല. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ പുറകെ ഇരുന്നോളാം. അന്നപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ പുറകെ കയറി. അപ്പോൾ എൻ്റെ ബുള്ളറ്റിൻ്റെ റൈറ്റ് സൈഡിലെ മറ്റേ ഫുഡ് റെസ്റ്റിങ്ങിന് ഒടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അത് പുള്ളിയുടെ കാല് പൊള്ളുന്നുണ്ടോ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ പുള്ളി ഇങ്ങനെ ഒതുങ്ങി പയ്യെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു വെയ്റ്റ്ലെസ്, വണ്ടിയിൽ ഒരാൾ കയറിയ പോലൊരു ഫീൽ തോന്നുന്നില്ല, വെയ്റ്റ്ലെസ് ആയിട്ട് തോന്നുന്നു. അന്നപ്പോഴത്തേക്കും ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിന് തോന്നുന്നു നീ ഇപ്പോൾ ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ, അപ്പോൾ ഇയാൾ ചങ്ങനാശ്ശേരിയില്ല, ഞാൻ തിരുവല്ലയ്ക്ക് അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിയണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാളെ കണ്ടില്ലെങ്കിൽ നിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇത് ഒരു ദേവപുത്രനാണെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ഞാനിങ്ങനെ ചിന്തിക്കുക. പക്ഷേ ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ ഇയാൾ എൻ്റെ പുറയിലില്ല. ഞാൻ കുറേ ദൂരം, ഞാൻ പെട്ടെന്ന് വിറച്ചു, ഭയങ്കര ഇതായി. ഞാൻ കുറേ ദൂരം പുറകോട്ട് വണ്ടി ഓടിച്ചു വന്നു, കാരണം എങ്ങാനും വഴി വല്ലതും വീണാണോ, അങ്ങനെയൊന്നും കണ്ടില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സുഗന്ധാഭിഷേകം ഞാനിങ്ങനെ ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു വരുന്നതിന് മുന്നേ ഇങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറങ്ങി. വെളുപ്പിനെ ഒരു 5 മണി കണ്ടായപ്പോഴത്തേക്കും ഈ സെയിം സുഗന്ധം, അത് ഉറക്കത്തിലാണ്. ഈ സ്മെല്ല് കറക്റ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കിട്ടുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ ഉണർന്നല്ല, ഉറക്കത്തിൽ തന്നെ എൻ്റെ കയ്യിൽ ഒരു ലേഡി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സുണ്ട്, അവർക്കും സ്മെല്ല് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ ഇവർ പിടിച്ച്, അപ്പോൾ ഞാനവിടെ ഒരു മാതാവിൻ്റെയും യേശുവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് തിരുവോസ്തിയിൽ ഇങ്ങനെ യേശുവിൻ്റെ ഒരു റിയൽ ഫേസ് പോലെ, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാമായിരിക്കും, റിയൽ ഫേസ് ഓഫ് ജീസസ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആ രൂപം, അത് ആ ഫേസ് മാത്രം എനിക്കിങ്ങനെ അതിൻ്റെ അകത്ത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ലേഡി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പക്ഷേ കിടന്നപ്പോഴത്താണ് ഞാനത്തെ എന്നെ വിളിച്ച് കാണിച്ച ഒരു ലേഡിയുടെ കൈ ഞാൻ കണ്ടു. അപ്പോൾ അത് അമ്മമാതാവായിരിക്കും, കാരണം എൻ്റെ കൂടെ ഉള്ള 2 ഫ്രണ്ട്സിന് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുളിച്ച് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഇതെല്ലാം ഞാൻ പ്രെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മൾ അന്യമതസ്ഥരാണ്, പക്ഷേ എന്നാലും കുരിശൊക്കെ വരച്ചിട്ട് അവരുടെ രോഗസൗഖ്യം മാറിയിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് കുറേ പേർക്ക് ജോലി പോകാൻ പോയ കേസുകൾ മാറിപ്പോയ കേസും അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ എൻ്റെ ഈ അസുഖത്തിൻ്റെ കേസിലെല്ലാം വന്നപ്പോഴേക്ക് ഞാൻ ഉപ്പ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം അവരോട് പറഞ്ഞു കിഡ്നിയുടെ വല്ല പ്രശ്നം കൊണ്ടായിരിക്കും, അത് കാരണം മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇതാവും. പക്ഷേ അന്നപ്പോഴൊക്കെ ഞാൻ ഉപ്പും കഴിക്കരുതെന്നാ, എങ്ങനെയെങ്കിലും ക്രിയാറ്റിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സോൾട്ടൊന്നും ഉപയോഗിക്കരുത്. പക്ഷേ ഞാൻ ഉപ്പും ഈ തൈലവും ഇത് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും എന്നെ എന്താ പറയുക, എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലാണെങ്കിലും കൂടി എനിക്ക് സ്പിരിച്വലായിട്ട് ഭയങ്കര ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഒരു പോസിറ്റീവ് എനർജി വരാൻ തുടങ്ങി. പണ്ട് ഇൻ്റർവ്യൂവിൽ ലെന പറയുന്നുണ്ടായിരുന്നു, നമ്മൾ പണ്ടും ഇവിടെ വൈഫൈ ഉണ്ടായിരുന്നു, റേഡിയോ തരംഗങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് റിസീവ് ചെയ്യാൻ പറ്റിയ മോഡമാണ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിനെ റിസീവ് ചെയ്യാൻ തുടങ്ങിയത്. പലരും പറയും ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ, പക്ഷേ അങ്ങനെ റിസീവ് ചെയ്യാനുള്ള മോഡമായി നമ്മൾ മാറണം. നമ്മൾ മോൾഡായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ റിസീവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് എല്ലാവിധ നന്മകളും നൽകിയ എൻ്റെ അമ്മ മാതാവിനെ വിശ്വസിപ്പിക്കും. 1000 നന്ദി. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല.
എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 4-5 തിരുവചനങ്ങളാണ് നാം കേട്ടത്. ജോലി തേടിയും കുടുംബ പ്രശ്നങ്ങളുമായും രോഗവും വേദനകളുമായി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായും നമ്മൾ പലപ്പോഴും എല്ലാം ശ്രമിച്ചു, ഒന്നും സംഭവിച്ചില്ല എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ദൈവത്തെപ്പറ്റി ഓർക്കുക. ഉടമ്പടിയിലൂടെ ഈശോ നമ്മളെയും ക്ഷണിക്കുന്നത് നമ്മുടെ ഭയമുള്ള ആഴത്തിലേക്ക് നീങ്ങാനാണ്. വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി ശ്രമിക്കുവാൻ ഉടമ്പടി ജീവിതം നമ്മെ ക്ഷണിക്കുകയാണ്. ആഴം എന്നത് കൂടുതൽ വിശ്വാസത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ, കൂടുതൽ വിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകളനുസരിച്ച് ഉടമ്പടിയിൽ മുന്നോട്ട് ജീവിക്കുക എന്നതാണ് ഓരോ ഉടമ്പടി മക്കളെയും ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. കാനായിലെ കല്യാണത്തിൻ്റെ സമയത്ത് അമ്മ പറഞ്ഞത് അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുക എന്നതാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് വീണ്ടും വലയിട്ടതുപോലെ തന്നെ കൃപാസന അമ്മ നമ്മളോടും പറയുന്നത് യേശുവിൻ്റെ വാക്ക് കേട്ട് അനുതപിച്ച് ഉടമ്പടി ജീവിതം നയിക്കുവാൻ എന്നാണ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്. മകനിൽ വിശ്വസിക്കുക, ആഴത്തിലേക്ക് നീങ്ങുക. ഉടമ്പടി എന്നുള്ള അമ്മയുടെ വാക്കുകൾ, ഉടമ്പടിയിലൂടെ നമ്മളോട് പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, വൈകിയാൽ നിരാകരണമല്ല, ശൂന്യമായ വല അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കമാണ്. ശൂന്യമായ ഒരു വലയും പിടിച്ചുകൊണ്ട് ശ്രീജിത്ത് നിന്നപ്പോഴാണ് ഈശോയും അമ്മയും ഈ മകൻ്റെ ജീവിതത്തിൽ കടന്നു ചെന്നത്. അമ്മ ഉടമ്പടി വിശ്വാസിയായിരുന്നു. പല പ്രാവശ്യവും മകനോട് സംസാരിച്ചു. മകൻ അത്ര ശ്രദ്ധിച്ചില്ല. പത്രത്തിന് ആദ്യമായിട്ട് ഉടമ്പടി പത്രം കൊണ്ടുവന്ന് മകൻ്റെ തലേണയുടെ കീഴിൽ വെച്ചു. മകനത് എടുത്തു മാറ്റി. പിന്നീട് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ വെച്ചു. ആ പത്രവും എടുത്തു മാറ്റി ടേബിളിൽ വെച്ചു. പിന്നീടാണ് ഈ മകൻ്റെ ചെവിയിലൊരു സ്വരം വന്നത്. ഓരോ ഫാൻ്റെ ശബ്ദവും പുറത്തെ ശബ്ദവും എല്ലാം ഓരോ പ്രാർത്ഥന പോലെയാണ് ഈ മകൻ്റെ ചെവിയിൽ സ്പർശിച്ചത്. പിന്നീട് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ കൃപാസനത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയെപ്പറ്റി യാതൊരു അറിവുമില്ല. ആദ്യത്തെ ഉടമ്പടി ആ മകൻ പറഞ്ഞതുപോലെ തന്നെ അധികം ശ്രദ്ധിച്ചില്ല. വെറുതെ ഒരു ജോലി കിട്ടി, അതിലും വലിയ ശ്രദ്ധിച്ചില്ല. ആ ജോലി പോയി. രണ്ടാമത്തെ പുതുക്കലിന് വന്നപ്പോഴാണ് പുതിയൊരു സ്ഥലത്തേക്ക് ജോലി കിട്ടുകയും അവിടെ ഒരു ചാപ്പലുണ്ടാവുകയും പിന്നീട് ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ സത്യസന്ധയോടെ ജീവിക്കുവാനായിട്ട് ഈ മകനൊരു അനുഗ്രഹം ലഭിച്ചത്. പിന്നീട് ഈ മകൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു വഴിത്തിരിവായിരുന്നു. ഉടമ്പടിയിൽ കൂടെ പുതിയൊരു ജീവിതമാണ് ഈ മകൻ നയിച്ചത്. ജപ്തി നോട്ടീസ് വന്നപ്പോഴും ഭയമില്ലാതെ കൂട്ടുകാരനോട് ചോദിക്കുവാനും കൂട്ടുകാരന് എത്രയും പെട്ടെന്ന് സഹായം കൊടുക്കുവാനും പിന്നെ പോകുന്ന വഴിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധത, അതും ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്ന് ചോദിച്ചു, വണ്ടിയിൽ കയറിക്കോട്ടെ. ഇതൊക്കെ ഓരോ രീതിയിലും മാതാവിൻ്റെ ഈശോയുടെ ഇടപെടലായിരുന്നു ഈ മകൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യം. ഉപ്പും തേനും ഒന്നും ഉപ്പ് കഴിക്കരുതെന്നാണ് പറഞ്ഞതും, പക്ഷേ വിശ്വാസത്തിൽ ഈ മകന് ഉപ്പും തേനും തൈലവും ഒക്കെ ഉപയോഗിച്ച് ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഉപയോഗിച്ചപ്പോഴാണ് ഈ മകന് രോഗസൗഖ്യവും ലഭിച്ചത്. പിന്നീട് ഈ മകൻ പറഞ്ഞു, ഉടമ്പടി ജീവിതത്തിൽ വന്നേ പിന്നെ ഒരു വലിയൊരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ്. ജീവിതത്തിൽ എന്തും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത്, ഒരു ശക്തി, ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമാണ് ഈ മകൻ്റെ ജീവിതത്തിൽ, ഒരു പോസിറ്റീവ് എനർജി. ഈ മകൻ പറഞ്ഞത് ഉടമ്പടി എടുത്ത് പുറത്തു പോയെങ്കിലും ഈ മകൻ ഓൺലൈനിൽ തന്നെ ഉടമ്പടി പുതുക്കിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. നമ്മളെ പലരും പുറത്ത് പോകുന്നവർ പറയാറുണ്ട്, എനിക്കിനി ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല, ഞാൻ പുറത്തേക്ക് പോവുകയാണ്, സൗദിയിലാണ്, ഖത്തറിലാണ്, ഒമാനിലാണ്. പക്ഷേ ഈ മകൻ പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ബാക്കിയുള്ള കാലങ്ങൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് നീങ്ങിയെന്നാണ്. ഒരു പ്രാവശ്യം ഈശോയുടെ അമ്മയുടെയും സ്പർശനമേറ്റ് ജീവിതത്തിൽ ആഴത്തിലറിഞ്ഞ നിമിഷം മുതൽ ഈ മകൻ ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ വിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമുക്ക് മുറുകെ പിടിക്കാം. നമുക്ക് അമ്മയോട് പറയാം, അമ്മേ ഞങ്ങൾ ശ്രമിച്ചു, ഇനി ഞങ്ങൾക്ക് കഴിയുന്നില്ല. നമ്മുടെ എല്ലാ കഴിയാത്ത സംഗതികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയുടെ അമ്മയുടെയും കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുവിൽ പൂർണ്ണ വിശ്വാസത്തോടെ നാം വീണ്ടും ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അനുഗ്രഹം കൊണ്ട് നിറയും. ഈശോയും അമ്മയും കനിഞ്ഞരികിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശ്രീജിത്തിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ഉപാസനം
ആൾത്താരയിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും ഞങ്ങളെ അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് വത്സമ്മ. ഞാൻ തലയിൽപ്പറമ്പിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മൂത്ത മകൻ ടോണി, ഇത് ഇളയ മകൻ ടിനു. ഞാൻ 2018 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വരാനുള്ള സാഹചര്യം എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി മുഖേനയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് മൂത്ത മകൻ ടോണിക്ക് പിന്നെ എന്നും പനിയും ചുമയും വരുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 1 മാസം കൂടി അവന് പനിയും ചുമയും ഉണ്ടായി. പിന്നെ ഇതുവരെയും അങ്ങനെ ശക്തിയായിട്ടുള്ള പനിയും ചുമയും വന്നിട്ടില്ല. വന്നു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ 9 വർഷമായിട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര പിണക്കത്തിലായിരുന്നു. 4 സഹോദരങ്ങളുണ്ട്, 4 സ്ഥലത്തായിരുന്നു. പിന്നെ ഞങ്ങൾ 2 സഹോദരന്മാരെ ഞങ്ങൾ വിവാഹം ചെയ്ത് അയച്ചതാണ്. അപ്പം ഞാൻ ഈ നിയോഗം ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി വെച്ച് 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ ഒന്നാവുകയും ഇപ്പോഴെല്ലാവരും സ്നേഹത്തിലാണ്. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുന്നു. പിന്നെ സഹോദരിക്കൊരു ഭവനമില്ലായിരുന്നു. അവർ വസ്തു വിറ്റാണ് ഭവനം പണിതത്. അത് ഭർത്താവ് ഭയങ്കര കുടിയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി പോകുവാണെങ്കിൽ ഈ ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ നിയോഗം കൂടി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു. അപ്പം അവരുടെ 6 മാസം കൊണ്ട് അവരുടെ പെരപണി പൂർത്തിയാക്കി കിട്ടി. പിന്നെ പിള്ളേർ ഇവർ 2 പേരും മൂത്തവൻ ഓട്ടോമൊബൈലാണ് പഠിച്ചത്. അത് ആ സാക്ഷ്യം അവൻ പറഞ്ഞോളും. ഇളയ മകൻ ടീനു, അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ അവനത് പഠിച്ചിട്ട് എങ്ങും ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ഇരുന്ന് അങ്ങനെ കർണാടകയിൽ ഒരു ഹോട്ടലിൽ ഇൻ്റർവ്യൂ കിട്ടിയിട്ടും അവിടെ ഭയങ്കര പാടായിരുന്നു. അപ്പം അവൻ ഇൻ്റർവ്യൂവിന് കയറി. അവർ കൂട്ടുകാരൊക്കെ കൂടെ ഒന്നിച്ചാണ് പോയത്. അവിടെ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര പാടായിരുന്നു. ഇവരവിടെ നിന്ന് നിർത്തി പോരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 വെള്ളപ്പൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ് ഹോട്ടലിൻ്റെ ഒരു ഭാഗം മൊത്തം ഫുള്ള് പോയി. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ പിന്നീട് വിളിക്കുന്നത് 3-4 മാസം കഴിഞ്ഞാണ്. 3-4 മാസം അല്ല, 5 മാസത്തോളം കഴിഞ്ഞാണ് വിളിക്കുന്നത്. വിളിച്ച് കഴിഞ്ഞിട്ട് അവരാ ട്രെയിനിങ്ങിന് കയറ്റി. ട്രെയിനിങ് ആ മാസം കൂട്ടി, ആദ്യമേ ചെയ്തത് കൂട്ടി 6 മാസം പൂർത്തീകരിച്ചു. അവർ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാനിവിടെ 4ാമത്തെ പുതുക്കലിന് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു കോവിഡിൻ്റെ സമയം. പിന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. കോവിഡാണ്, എല്ലായിടത്തും ആകപ്പാടെ പ്രശ്നമാണ്, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്തു ഉടമ്പടി ഇവിടം കൊണ്ട് തീർന്നു എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ എനിക്കങ്ങനെ പോകണമെന്നില്ലായിരുന്നത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പറ്റിയില്ല. പിന്നെ 22 കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ളൊരു സഹോദരി പറഞ്ഞു, കൃപാസനത്തിൻ്റെ 15 മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ളവർക്ക് പുതുക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 സെപ്റ്റംബർ 9-ാം തീയതി ഇവിടെ വരികയും ഉടമ്പടി പുതുക്കുകയും ചെയ്തു. അപ്പോൾ പിള്ളേർക്ക് ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകപ്പാടെ വിഷമിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ കൗൺസിലറോട് കുടുംബത്തിൻ്റെ പിള്ളേരുടെ അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും കൗൺസിലർ പറഞ്ഞു, ഏഷ്യ 22 വചനഭാഗം പറഞ്ഞു തന്നിട്ട് പറഞ്ഞു അത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ആ വചനം ഞാൻ കൂടെ ചൊല്ലിക്കൊണ്ട് നടന്നു. അങ്ങനെ ഇളയ മകന് കോവിഡെല്ലാം കഴിഞ്ഞ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ പല സ്ഥലത്ത് ജോലി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ജോബ് ട്രെയിനിങ് ആയിട്ട് 3 മാസം അവിടെ വർക്ക് ചെയ്യുകയും പിന്നെ അവിടെ തന്നെ 1 വർഷത്തോളം
1 വർഷത്തോളം ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാനിവിടെ വന്ന് വീണ്ടും പുതുക്കി അമ്മയോട് പറഞ്ഞ, അമ്മയത്തിന് എന്തെങ്കിലും ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ അമ്മ പിള്ളേരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടെ ആലപ്പുഴയിൽ മരാരിയിൽ 6 മാസം, 1 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെ 6 മാസം അവനവിടെ ജോയിൻ ചെയ്തു. അതിനിടയ്ക്ക് അവൻ ക്രൊയേഷ്യയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തു. ഇതിനിടയ്ക്ക് ഞാനിവിടെ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മയുടെ കരം പിടിച്ചാണ് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അപ്പം അവനങ്ങനെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ പാസ്സായി. കഴിഞ്ഞ 24 ജൂൺ 22-ാം തീയതി ഇവിടെ നിന്നും അവൻ ക്രൊയേഷ്യയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയ സ്ഥലം ഭയങ്കര പാടുള്ള സ്ഥലമായിരുന്നു. അവൻ ഒരുപാട് ടൗണ് കഴിഞ്ഞ് ഒരുപാട് ദൂരം താണ്ടിയാണ്, ഒരു ദിവസം യാത്ര എത്തിയാണ് എത്തിയിട്ട്, അതായത് കാടും മലയെല്ലാം കടന്നു പോകണം. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവൻ അവിടെ ചെന്നുപെട്ടത്. അവനാകപ്പാടെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അവിടെ 4 മാസമേ വർക്ക് ചെയ്തേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ സീസൺ വർക്ക് കഴിഞ്ഞു. അതവരവിടെ അടച്ചു. പിന്നെ അവർക്ക് ജോലിയില്ലാതെ അവൻ ഏജൻസി അവിടെ നിന്ന് തിരിച്ച് ഇവരുടെ ഏജൻസിയുടെ റൂമിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഇനിയിപ്പം ഏജൻസി എവിടെയെങ്കിലും ശരിയാക്കി തരണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, മാതാവുണ്ട്, മാതാവ് ശരിയാക്കി തന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏജൻസി ഇവരോട് പറയുന്നത്, സ്ലോവാനിയയിൽ വേക്കൻസി ഉണ്ട്, മലയാളികളായി നിങ്ങൾക്ക് 3 പേർക്കും അങ്ങോട്ട് ഇൻ്റർവ്യൂ അവിടെ കിട്ടും, അവിടെയെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പേപ്പറുകളെല്ലാം ശരിയായി വന്നപ്പോഴാണ് ഡിസംബർ 1 മുതൽ ക്രിസ്മസ് സീസൺ വന്നത്. ക്രിസ്മസ് സീസൺ വന്ന് പിന്നെ ജനുവരി ന്യൂ ഇയർ എല്ലാം വന്നു. ജനുവരി 15 കഴിഞ്ഞതിന് ശേഷമേ അവിടെ തുറക്കുള്ളൂ. പിന്നെ അങ്ങനെ അവിടെ തുറന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ ഇവരുടെ പേപ്പറുകൾ ശരിയാക്കാൻ തുടങ്ങി. പേപ്പറുകൾ ശരിയാക്കി 1 മാസം കാത്തിരുന്നിട്ടും ഇല്ല. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറയുകയാണ്, ഇന്ത്യക്കാരുടെ ഇത് മാത്രം കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം കയറിപ്പോയി, ഇവർ 3 പേരും പെട്ടുപോയി. അപ്പം ഇനിയിപ്പോൾ ഏജൻസിയോട് ഇവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ശരിയാക്കാൻ തരാൻ പറഞ്ഞു. അപ്പം ഏജൻസി പറഞ്ഞു, അപ്പം അത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അപ്പം ചിലവിനുള്ളതൊക്കെ ഏജൻസി സ്ലോവാനിയിൽ നിന്ന് കമ്പനി വഴി കുറേശ്ശെ ഇവർക്ക് ചിലവിനുള്ളത് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ 3 പേരും കൂടെ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകാമെന്നും പറഞ്ഞ് ക്രൊയേഷ്യയിൽ തന്നെ അവിടെ അന്വേഷിച്ച് പോയി ഒരു ഹോട്ടലിൽ ചെന്ന് വിട്ടു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, എല്ലാവർക്കും കൂടി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇവർക്ക് ആകെപ്പാടെ നിരാശയായി. അങ്ങനെയായി അവർ 3 ദിവസമാണ് 3 ഇൻ്റർവ്യൂ. 3 പേർക്ക് ഒരു ദിവസമല്ല, 3 പേർക്ക് 3 ദിവസമാണ് അവർ ഇൻ്റർവ്യൂ നടത്തിയത്. ഇവർ പറഞ്ഞു കുഴപ്പമില്ല, ഒരാൾക്കെങ്കിലും കിട്ടിയാൽ അത്രയായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാണ് ഏറ്റവും അവസാനം ഇൻ്റർവ്യൂ വിളിച്ചത്. മറ്റവർക്ക് 2 പേർക്കും, ഒരു മുസ്ലിമുണ്ട്, 2 പേര് ക്രിസ്ത്യൻസ്. അപ്പം അവർക്ക് ആദ്യത്തെ 2 ദിവസം അവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു വിട്ടു. 3-ാമത്തെ ദിവസമാണ് ഇവന് ഇൻ്റർവ്യൂ. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി ആദ്യത്തെ സാലറി ഞാൻ കൃപാസനം മാതാവിന് കൊടുത്തോളാമെന്ന് നേരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ തന്നെ നേർന്നു, നീയല്ലേ ഇൻ്റർവ്യൂവിന് പോകണം, നീ തന്നെ നേരാൻ പറഞ്ഞു. അങ്ങനെ അവൻ നേർന്നു. 3-ാമത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ അവർ പാസ്സാകി, അവർക്ക് അവനെ ഇഷ്ടപ്പെടുകയും ആ ഇൻ്റർവ്യൂ പാസ്സായി. പിറ്റേ ദിവസം ഇവനോട് പറഞ്ഞു മെയിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഇവന് മാത്രം മെയിൽ വന്നു, സെലക്റ്റായെന്നും പറഞ്ഞു. മറ്റവർക്ക് 2 പേർക്കും കിട്ടിയില്ല. നമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മാർച്ച് 13-ാം തീയതി തന്നെ കഴിഞ്ഞ് 24 മാർച്ച് 13-ാം തീയതി ഇവൻ അവിടെ ജോയിൻ ചെയ്തു. ആദ്യത്തെ സാലറി ഇവിടെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞ്, ഈ തിരുനടയിൽ വന്ന് നന്ദി പറഞ്ഞ് ഞാൻ അവിടെ ഏൽപ്പിച്ചു. അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടിക്ക് നമ്മൾ എടുക്കുന്ന പോലത്തെ രൂപം എനിക്ക് തരികയും ചെയ്തു. അതെനിക്കൊരു വലിയൊരു സന്തോഷമായി.
അങ്ങനെ അവന് ആ ജോലി കിട്ടി. അവിടെ തന്നെയാണ് അവൻ. ഇപ്പം ലീവിന് വന്നതാണ്. ജനുവരി 2-ാം തീയതി ഇവിടെ ലീവിന് വന്നു, 1-ാം തീയതി പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മാതാവ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിവൃദ്ധി വന്നത്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു ഭവനമാണ് ഞങ്ങളുടെ സ്വപ്നം, ഞങ്ങൾക്ക് അതിനെ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു. അമ്മ വീട്ടിൽ വന്ന് 6 മാസം തികയണതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരൻ വീട്ടിൽ വന്ന് ഇപ്പം ഇവന് കല്യാണം ആലോചിക്കാനായിട്ട് വീടില്ലാത്തതുകൊണ്ട്, വീടുണ്ട്, ഞങ്ങൾ കൂട്ടിയെടുത്തതാണ്, വീടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റത്തില്ല. അപ്പം വീട് ചോകുരുന്നുമുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് വീട് പണി നടക്കണം. അപ്പോൾ ഇവൻ്റെ കടങ്ങളൊന്നും തീർന്നില്ലായിരുന്നു. 5 മാസം പെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ട് കടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇച്ചിരി മമാന്തിച്ച് നിന്ന്. അപ്പോൾ സഹോദരൻ വന്ന് വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. അങ്ങനെ വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. ഇപ്പം വീടിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കായി കിടക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ഞങ്ങൾ പെരപണി ആരംഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ മാതാവ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി. അതുപോലെ തന്നെ ഇവന് അവിടെ ജോലിയില്ലാതെ ഇരുന്ന സമയത്ത് കഴിഞ്ഞ മുമ്പിലത്തെ ഈ ക്രിസ്മസ് ലീവിന് ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്ത് മുഴുവൻ കണ്ടമാനം നീര് വരികയും ആ നീര് വന്നിട്ട് ചൊടിയെല്ലാം പൊട്ടി കണ്ണൊന്നും തുറക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം 2 പേർക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം മുഖത്ത് നന്നായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൂക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ മുഖത്തെ നീരും പാടുമെല്ലാം പൂർണ്ണമായിട്ടും മാറി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ടോണി. ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഓട്ടോവേലാണ് കോഴ്സ് പഠിച്ചത്. അമ്മയാണെങ്കിൽ 2018 സെപ്റ്റംബർ 5-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ ഓട്ടോമൊബൈൽ എടുത്തിരുന്നു. ഓട്ടോമൊബൈൽ കോഴ്സ് പഠിച്ച് ഞാൻ ട്രെയിനിങ് എടുത്തതിന് ശേഷം പല കമ്പനികളിലും ജോലിക്ക് ശ്രമിച്ചെങ്കിലും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്ന് ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പല കമ്പനികളിലും പോയി വേക്കൻസികൾ ചോദിച്ച് എങ്ങും കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ആ ഫീൽഡ് വിട്ട് പിന്നെ ഞാൻ JCBയുടെ ഓപ്പറേറ്റർ കോഴ്സ് പഠിച്ച് ആ കോഴ്സിലും എക്സ്പീരിയൻസ് എടുത്ത് അതിലും കുറേ ജോലികൾ നോക്കി, എന്നിട്ടും കിട്ടിയില്ല. അതിനുശേഷമാണ് അമ്മച്ചി 4ാമത്തെ ഉടമ്പടി 4ാമത്തെ പുതുക്കിയത്. ആ അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം എനിക്കവിടെ ലൈസൻസ് എടുക്കണമായിരുന്നു. അപ്പം ലൈസൻസ് എടുക്കാനായിട്ട് ആദ്യത്തെ ടെസ്റ്റ് തന്നെ ഞാൻ ഫെയിലായിപ്പോയി. വീട്ടിൽ നിന്ന് എനിക്ക് ഉടമ്പടി ഇവിടുന്ന് ഉപ്പ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, വിശുദ്ധ വെഞ്ചരിച്ച ഉപ്പ്. ആ ഉപ്പ് ആദ്യത്തെ ടെസ്റ്റിൽ ഞാൻ ഫെയിലായി കഴിഞ്ഞപ്പം ആ ഉപ്പ് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2ാമത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ടെസ്റ്റ് പാസ്സായി. ഞാനിനി ഈ മാസം 29-ാം തീയതി സൗദിക്ക് തിരിച്ചു പോകണം. ഞാൻ ലീവിന് വന്ന സമയത്താണ് ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാനിപ്പം ഈ മാസം 29-ാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ്. പരിശുദ്ധ അമ്മയോടും ഈ ഉടമ്പടിയിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇവിടുന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യമേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ചു കൊണ്ടുപോയി പള്ളി വഴിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രൈസ്തവ മേഖലകളിലല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ള പൊതുസ്ഥലങ്ങളിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് വഴിയും മാർക്കറ്റ് വഴിയും കട വഴിയുമൊക്കെയാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ആദ്യം വീട്ടിൽ അമ്മയുണ്ട്, അതുകൊണ്ട് അമ്മ ഇച്ചിരി ചൂടിലാണ്. അപ്പം അമ്മ സമ്മതിക്കത്തില്ല വീട്ടിൽ ഫുഡൊക്കെ കൊണ്ടാക്കി കൊടുക്കാൻ. അപ്പം അച്ഛൻ ഒരു ദിവസം ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, നിങ്ങൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അത് വീട്ടുകാരെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, 1-2 പ്രാവശ്യമൊക്കെ അവരെ എതിർക്കും, പിന്നീട് അത് കുഴപ്പമില്ലെന്ന്. അപ്പം എനിക്ക് ധൈര്യമായി. അപ്പം അങ്ങനെ ഞാൻ അവിടെ അടുത്തൊരു അനാഥാലയമുണ്ട്,
അവിടെ 30 പേർക്കുള്ള ഫുഡ് ഒരു മാസം ഒന്നരാടൻ ശനിയാഴ്ച വഴി അമ്മയുടെ ദിവസമായ ശനിയാഴ്ച ദിവസം ഞാൻ അവിടെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആദ്യം 1-2 പ്രാവശ്യം എതിർത്തെങ്കിലും ഇപ്പോൾ അവരെ എതിർപ്പാണ്. ഞങ്ങൾ 2 പേര് കൂടിയാണ് ഉടമ്പടി എടുത്ത 2 സഹോദരങ്ങൾ കൂടിയാണ്, ഞാനും വേറൊരു ചേച്ചി കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1-2 പ്രാവശ്യം ആയപ്പോൾ ആ ചേച്ചി അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ 1.5-2 വർഷമാകാറായി ഞാൻ തന്നെയാണ് ഈ 30 പേർക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് ഇവർ സപ്പോർട്ടുണ്ട്, ഇവർ അവിടെ നിന്ന് പൈസ അയച്ചു തരികയൊക്കെ ചെയ്യും. പിന്നെ അതില്ലാതെ കണ്ട് എന്നാൽ കഴിയും വണ്ണം എല്ലാ സഹായങ്ങളും അവരാവശ്യക്കാർ വന്ന് ചോദിച്ചാൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല. എന്തെങ്കിലും ആവശ്യക്കാരെ കണ്ട ഞാൻ അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവ പോലെയുമാകും നീ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 58-ാം അധ്യായം 11-ാം വചനമാണിത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ നയിക്കുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ കരുതലാണ് ഓരോ ഉടമ്പടി മക്കളും അവരുടെ ഉടമ്പടി ജീവിതത്തിൽ അനുഭവിക്കുന്നത്, എക്സ്പീരിയൻസ് ആവുന്നത്. കർത്താവ് നനച്ചു വളർത്തുന്ന ഒരു പൂന്തോട്ടമാണ് നമ്മൾ. സമൃദ്ധിയും ഫലപ്രാപ്തിയും ഈശോയും അമ്മയുമാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധതയോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മളും പറ്റാത്ത ഒരു നീരുറവ് പോലെയാവുന്നത്. മറ്റുള്ളവർക്കും ആശ്വാസവും ജീവനും നൽകുന്ന സ്ഥിരമായ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നമ്മൾക്കും ജീവിക്കുവാൻ സാധിക്കുന്നത്. ഈ മകളും സഹോദരി വത്സമ്മയും മക്കളും നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് അതുതന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മെ നയിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ കരുതുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകള് ഉടമ്പടി എടുത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി, നിയമങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രത്യേകമായിട്ട് മക്കളുടെ ഒരു ജോലിയായിരുന്നു. വളരെ ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയെങ്കിലും ഓരോ കാര്യത്തിലും ഈശോയുടെയും അമ്മയുടെയും കരുതലും സംരക്ഷണവും സഹായവുമാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്തത്. ആദ്യമായി തന്നെ 9 വർഷം നീണ്ടുനിന്ന സഹോദരങ്ങളുടെ ഒരു ബന്ധമാണ്, ബന്ധമില്ലാത്ത ഒരു ബന്ധമായിരുന്നു അവരുടേത്. അവരെ രമ്യപ്പെടുത്തുവാനാണ് ഉടമ്പടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവർക്ക് സാധിച്ചത്. അനുതപിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുമെന്ന് പറയുന്ന നമ്മുടെ ഉടമ്പടി ജീവിതം സഹോദരങ്ങളോട് രമ്യപ്പെടുവാനും ക്ഷമിക്കുവാനും സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ് ഉടമ്പടി ജീവിതം നമ്മെ നയിക്കുന്നത്. അത് ഈ മകൾക്ക് സാധിച്ചു. പിന്നെ മക്കളുടെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുമെങ്കിലും ഈശോയുടെ അമ്മയുടെ സംരക്ഷണം ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ 3 കൂട്ടുകാർ ഒന്നിച്ച് അവർ തന്നെ സ്വയം തീരുമാനിച്ചു, നമുക്ക് തന്നെ പോയി ജോലി അന്വേഷിക്കാം. ആ 3 പേരിലും സെലക്ഷനായപ്പോൾ ഈ മകന് മാത്രമാണ് സെലക്ഷനായത്. അവൻ്റെ സാലറി, ആദ്യത്തെ സാലറി പരിശുദ്ധ അമ്മയ്ക്ക് ഇവിടെ നേർച്ച നേർന്നിരുന്നു. അന്നും അമ്മയോടാണ് പറഞ്ഞത്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അന്നേരമാണ് അമ്മ പറഞ്ഞത്, മോനെ നീ തന്നെ പ്രാർത്ഥിക്കുക. ഈ അമ്മയെ വിശ്വാസം മറ്റ് മക്കൾക്ക് വേണ്ടിയും കൈമാറുകയായിരുന്നു. പിന്നെ മൂത്ത മകനും ഉടമ്പടിയിൽ ഈ അമ്മയാണ് മക്കൾക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. പിന്നീട് മക്കൾ തന്നെ ഈശോയുടെ അമ്മയോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ മകൻ്റെ ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ലൈസൻസ് കിട്ടുകയും ഒരു പുതിയ ജോലി ഓട്ടോമൊബൈൽ ജോബ് ഓപ്പറേറ്ററായിട്ടാണ് കോഴ്സ് ചെയ്തത്. പിന്നീട് സൗദിയിലേക്ക് ഒരു പുതിയ ജോലി കിട്ടുകയും ഇളയ മകന് ക്രൊയേഷ്യയിലേക്കുള്ള ജോലിയുമാണ് കിട്ടിയത്. ഈ 2 മക്കളും ഉടമ്പടി ജീവിതത്തെപ്പറ്റി അറിഞ്ഞത് സ്വന്തം അമ്മയിൽ നിന്നാണ്. പിന്നീട് ഇവർ തന്നെ ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുക്കുവാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഇവരും കൂടുതൽ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് കിട്ടുകയും ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇന്ന് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട, പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ അമ്മയും മക്കളിവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മെ നയിക്കുകയും പോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു.
പുറത്തെ സാഹചര്യങ്ങൾ എത്ര വരണ്ടതായാലും എത്ര ബുദ്ധിമുട്ടുകളായിരിക്കുന്നാലും നമ്മെ നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ. നമ്മളെ ഒരിക്കലും വിട്ടുപോവില്ല. നമുക്കും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുവാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിരന്തരം നയിക്കുന്ന, നമ്മെ മരുഭൂമിയിലായാലും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ നനച്ചു വളർത്തുന്ന പൂന്തോട്ടവും പറ്റാത്ത നീരുറവും പോലെയാകുന്ന നമ്മുടെ ജീവിതവും അങ്ങനെ ആവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ. എൻ്റെ പേര് സോണി, ഇതെൻ്റെ ഹസ്ബൻഡ് നിതിൻ. ഞങ്ങൾ പത്തനംതിട്ട വെണ്ണിക്കുളത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ഓൺലൈനിലായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് 2022 പക്ഷേ അപ്പം ഞാൻ കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് പത്രമൊക്കെ കിട്ടാറുണ്ട്, ഞാനങ്ങനെ അധികം അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. പ്രാർത്ഥിക്കും, അങ്ങനല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് 2024 എനിക്കൊരു എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നല്ലൊരു പ്രശ്നമുണ്ടായി. അതായത് എൻ്റെ സീനിയറായിട്ടുള്ള എൻ്റെ കൊളീഗ് നല്ല രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ടോർച്ചർ ഇൻ ദ സെൻസ് മീൻസ് നമ്മൾ ചെയ്യുന്ന വർക്കിനൊന്നും ഒരു വിലയില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് ചെയ്താൽ അത് മാത്രമേ മീറ്റിങ്ങിലാണെങ്കിലും സെപ്പറേറ്റ് മാനേജർ മീറ്റിംഗ്, ടീം ലീഡ് മീറ്റിങ്ങിൽ അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി വിഷമമായി. കാരണം ഞാൻ പാതിരാത്രി 2 മണി 3 മണി വരെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്ത വർക്കിന് ഒരിക്കലും ഒരു അപ്രീസിയേഷൻ ഇല്ല. അപ്രീസിയേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഓക്കെ. പക്ഷേ നമ്മൾ ചെയ്ത വർക്കിന് നമ്മളെ എന്താ പറയുക, കുറ്റം മാത്രം എപ്പോഴും കാണാതെ എനിക്ക് ആരോട് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ സെറ്റ് ആവുന്നില്ല. എനിക്ക് എൻ്റെ വർക്ക് മാത്രം രാവിലെ തൊട്ട് 9 to രാത്രി എപ്പോൾ എൻ്റെ വർക്ക് തീരുന്നു അപ്പോഴായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു വർക്ക് സൈഡിൽ നിന്ന്. എനിക്ക് ഫാമിലിയിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഫാമിലി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് മറ്റുള്ളവരോട് സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തൊട്ട് പണ്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കും എൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. പ്രശ്നം എന്നല്ല, എപ്പോഴും ഞാൻ ആൾക്കാരുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് സൂക്ഷിച്ച് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളോ എന്തെങ്കിലും എനിക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് പറയും പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ദിവസം തോന്നിയില്ല ഇതുപോലെ ഉടമ്പടി എടുത്താലോ എന്നിങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യം വെച്ച നിയോഗം ഇത് തന്നെയായിരുന്നു, എനിക്ക് എങ്ങനെയും ഈ പ്രോജക്റ്റിൽ നിന്നൊന്ന് റിലീസായിട്ട് കിട്ടണം. എനിക്കിനി പറ്റില്ല. കാരണം ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കൊരു ലൈഫില്ല, അത്രയൊരു സിറ്റുവേഷനായിരുന്നു. അപ്പം അത് മാത്രമേ ഞാൻ അതിനോട് അപേക്ഷിച്ചുള്ളൂ. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിച്ചു, ജപമാല ചൊല്ലാൻ തുടങ്ങി, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എന്നും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും. എല്ലാം പണ്ടത്തെ ആണെങ്കിലും എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ യൂട്യൂബിൽ അതുവരെ ഞാൻ പ്ലേ ചെയ്തിട്ടില്ലാത്ത നേരത്തെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സോങ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഉടമ്പടി എടുത്ത പിന്നെ എപ്പോഴും ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. എനിക്കത് മാത്രം കേട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ട ഒരു ചേച്ചി UK-യിലാണ്. അപ്പോൾ അവർക്ക് ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഇട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്രയും മാത്രം ഡേറ്റ് ഇട്ട് വെച്ചു. ശരി, ഞാനും ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് സെപ്റ്റംബർ 8 2024 എനിക്ക് അതിനു മുമ്പ് എനിക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് ഈ പ്രോജക്റ്റിൽ നിന്ന് റിലീസാവണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ഈ പ്രോജക്റ്റ് വേണ്ട, എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്താലോ എന്നുള്ള രീതിയിൽ എൻ്റെ അവസ്ഥ ഇരിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങൾ കൂടുമല്ലാതെ ഒന്നും സോൾവ് ആകുന്നില്ല. അങ്ങനെ സെപ്റ്റംബർ 4 ഞങ്ങൾ നോർമൽ ഡെയിലി മീറ്റിങ്ങിൽ ഞങ്ങളുടെ എല്ലാവരെയും അവരുടെ സ്റ്റാറ്റസൊക്കെ പറഞ്ഞിട്ട് എന്നോട് എൻ്റെ ടീം ലീഡും റിപ്പോർട്ടിംഗ് മാനേജറും പറഞ്ഞു ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ക്ലയൻറ്റിന് ഇത്ര ആൾക്കാരെ ആവശ്യമില്ല, സോ പ്രൊജക്റ്റിൽ നിന്ന് റിലീസാണ് സോണി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആർക്കും അങ്ങനെ അത് സന്തോഷിക്കില്ല, പക്ഷേ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ സെപ്റ്റംബർ 4 തന്നെ ഞാൻ മാതാവിനോട് ഇത്രയും മാത്രമേ ഉള്ളൂ, മാതാവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 8, എനിക്ക് അതിന് മുമ്പ് എനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റണമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 4 റിലീസായി. നോർമലി ഞാനൊരു MNC-യിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഒരു കമ്പനിയുടെ റൂൾ വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റിൽ നിന്ന് റിലീസാകുമ്പോൾ ഓഫ് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് ഫുൾ അവിടെ കൊണ്ട് കൊടുത്ത് അതിനകത്തിലെ ഡീറ്റെയിൽസ് മൊത്തം അവർ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ആ ലാപ്ടോപ്പ് തന്നെ നമുക്കൊന്നുകൂടെ അവർ തരും.
അപ്പം എന്നോട് നോർമലി ഒരു കമ്പനിയിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ റിലീസായി കഴിഞ്ഞാൽ അത് ഒരാഴ്ചക്കുള്ളിൽ നടക്കേണ്ടതാണ്. എനിക്ക് ആ സമയത്ത് സർജറി കഴിഞ്ഞു, എനിക്ക് ട്രാവലിംഗ് പറ്റാത്തൊരവസ്ഥ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എത്രമാത്രം മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, എനിക്കറിയില്ല എങ്ങനെയില്ല ഒരു ഒക്ടോബർ 4 വരെ, സെപ്റ്റംബർ 4 നിന്ന് ഒക്ടോബർ 4 എന്ന് വെച്ചാൽ 1 മാസമുണ്ട്, എനിക്കറിയില്ല എങ്ങനെയില്ല, എനിക്ക് അത്രയും നാൾ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, ഞാൻ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് ചെല്ലണം, വേറൊരാളെ നമുക്ക് വിടാൻ പറ്റില്ല. അപ്പം ഞാനിത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് 2 വീക്സ് ഓണം ആയതുകൊണ്ട് അതെങ്ങനെയോ പോയി. പിന്നെ എൻ്റെ IT സപ്പോർട്ടിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ട്രാവലിംഗ് പറ്റില്ല, എനിക്കൊരു 2-3 ഡേയ്സ് എന്ന് പറഞ്ഞു. 2-3 ഡേയ്സ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മിഡ് ആയിട്ടേ ഉള്ളൂ, ഒക്ടോബർ ആയിട്ട് കൂടിയില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഇവർ വിളിക്കാനും പോയില്ല. എൻ്റെ ലീഡിനോട് പറഞ്ഞപ്പോൾ ലീഡ് പറഞ്ഞു അവർ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം എന്തായാലും നിർബന്ധമായിട്ട് കൊണ്ട് ചെല്ല്, ഇല്ലെങ്കിൽ വിട്ടേക്ക്, ലൈക്ക് സോണിയുടെ ടൈം അനുസരിച്ച് കൊണ്ട് തന്നാൽ മതിയെന്ന്. അപ്പോഴും ഓരോ തവണ ലീഡിനെയും IT സപ്പോർട്ടിനെയും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും ഞാൻ വിളിക്കുന്നത്. അന്ന് എനിക്ക് തൈലയില്ല, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു, തൈലയില്ല, ഉപ്പില്ല, ഒന്നും ഇല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻ്റെ ലാപ്ടോപ്പ് റിട്ടേൺ ചെയ്തത് ഒക്ടോബർ 9-നാണ്. ലൈക്ക് ഞാൻ ആഗ്രഹിച്ച ദിവസവും കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റിയത്. മൂന്നാമത് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാട്ട് കൂടുതൽ എൻ്റെ ദിവസം മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനാണ് എനിക്ക് കൂടുതൽ പരിഹാരങ്ങൾ മാതാവ് തന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ടൈമിൽ ലൈക്ക് ഞങ്ങളോർത്ത് ഹസ്ബൻഡ് സൗദിയിലാണ്, അപ്പോൾ അവിടെ നിന്ന് തന്നെ റിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ടൈമിൽ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ട് ഇപ്പോൾ 10 വർഷം മേലായി. പക്ഷേ നമ്മുടെ കേരള പോലീസിൻ്റെ സൈഡിൽ ആ കേസ് ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആയിട്ട് അങ്ങനെ കിടക്കുന്നത്. കാരണം ആ കേസിൻ്റെ പേപ്പർ കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാതെ ആ കേസ് ക്ലിയർ ആവില്ല, നമ്മുടെ പേര് അവിടെ നിന്ന് എടുത്ത് മാറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങളപ്പം ലൈക്ക് എന്താ പറയുക, പാസ്പോർട്ട് അവിടെ റിന്യൂ ചെയ്യുക, സൗദി എംബസി ത്രൂ റിന്യൂ ചെയ്യുവാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് എക്സിറ്റ് അടിച്ച് വിടുക ചെയ്യുന്നത്. അപ്പം കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 1 വീക്കോ 2 വീക്കോ മുമ്പേ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഇതുപോലെ കൊണ്ട് കാണിച്ചു, ഇങ്ങനെ എന്തോ നാട്ടിലൊരു കേസ്, അതും ക്ലോസ്ഡ് ആവാത്ത കേസ് ഉണ്ടായിരുന്നു. ആ ആൾക്ക് സൗദി എംബസി ഒരു 6 months ടൈം കൊടുത്തു, അതിനുള്ളിൽ നാട്ടിൽ പോയേ പറ്റൂ ജോലി നിർത്തിയിട്ട്, ഇനി സൗദിയിലോട്ട് തിരിച്ച് റീ എൻട്രി പറ്റില്ല. അങ്ങനെ മാതാവ് ഞങ്ങളെ പ്രിക്കോഷൻ ചെയ്തെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഞങ്ങൾ ഒരു ആപത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴേ ഞങ്ങളെ നാട്ടി വിടും, എനിക്കെന്താ ജോലി ഇല്ലാത്തൊരവസ്ഥ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ മാതാവ് ശരിക്കും ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു, ഞാൻ ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഈ പാസ്പോർട്ടിനകത്ത് ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ലോജിക്കലി എല്ലാവരും ചിന്തിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്നില്ല, പക്ഷേ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യത്തിനകത്ത് എല്ലാം ഈ പരിശുദ്ധ തൈലം, ഉപ്പ്, തേൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ മനുഷ്യരെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ ഇനിയുള്ളത് ലീവ് റിക്വസ്റ്റ് ആണ്. എൻ്റെ ഹസ്ബൻഡിന് ഡിസംബറിൽ എൻ്റെ സർജറിക്ക് വേണ്ടി നാട്ടിൽ വരാൻ വേണ്ടി ലീവ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല, ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. അപ്പം കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല. ഞാൻ നേരത്തെ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൊന്ത ചൊല്ലാൻ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ എന്നും ലൈക്ക് ഹസ്ബൻഡിനെ വിളിക്കും, ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ വന്നിട്ടില്ല. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാനോട് എന്നാൽ ഉടമ്പടി എടുക്കുക, എന്നെയും കൂടെ കൊന്ത ചൊല്ലാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഇത്രയും 2 വർഷമായിട്ട് പുറകെ നടക്കാത്തൊരു സംഭവം മാതാവിനെ കൊണ്ട് ലൈക്ക് ഒരു 1 വീക്കും കൊണ്ട് നടന്നല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ലീവ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ 2 കാര്യത്തിൽ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും, പ്രാർത്ഥിക്കണേ, ഞാൻ ഇന്നടത്ത് പോവുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോവുക എന്നുള്ള രീതി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും. അപ്പോൾ എന്നോട് ഇതുപോലെ പറഞ്ഞു, ലീവ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം. സാധാരണ ഇവരുടെ കമ്പനിയിൽ ഒരു 2 വീക്സ് ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ട് 2 വീക്സ് പുറകെ നടന്നാൽ മാത്രം അപ്രൂവ് ചെയ്യുന്നത്. അന്നൊരു 5 മിനിറ്റിനുള്ളിൽ അപ്രൂവ് ചെയ്തു. അപ്പം തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ അപ്രൂവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് മാതാവ് ചെയ്തു തന്നതാണ്, ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ ഇല്ല, ഈ സമയത്ത് അധികം വർക്ക് ഇല്ല, അതുകൊണ്ട് അവർ തരുമെന്ന് പറഞ്ഞു ലീവ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇത് നീ ചെയ്തു കൊടുത്താണെങ്കിൽ ഇത് എന്തായാലും ഇത് തെളിയിക്കണം, അല്ലെങ്കിൽ പുള്ളിക്ക് അതിലുള്ള വിശ്വാസം കൊടുക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വെരി നെക്സ്റ്റ് ഡേ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു പയ്യന്, ആക്ച്വലി ആ പയ്യൻ എല്ലാവർക്കും വേണ്ടി ലീവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പം ആ പയ്യനെ ഇതുപോലെ ലീവ് റിക്വസ്റ്റ് ചെയ്തു, അതിൻ്റെ ഫാദറിൻ്റെ സർജറി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലുള്ള എല്ലാവരും ചോദിച്ചു ഇതെന്തുകൊണ്ട് ഇതിന് മാത്രം ഇതെന്തുകൊണ്ട് ഇങ്ങനെ എല്ലാം റെഡിയായി വരുന്നു എന്നുള്ളത്. അത് എനിക്ക് 100% ഉറപ്പാണ്, അത് മാതാവ് തന്നെ ചെയ്തു കൊടുത്തത്. കാരണം ഇവരുടെ കമ്പനിയിലെ HR അങ്ങനെ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ അറബിക് പീപ്പിളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ അവർ വർക്ക് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ റിപ്ലൈ ചെയ്യും. അത് നമുക്കൊന്നും ചെയ്യാനേ പറ്റില്ല. ഒരു മലയാളി പോലും ഇല്ല ഇവരുടെ കമ്പനിയിൽ.
അത് മാതാവ് ചെയ്തു തന്നാന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനി അടുത്തുള്ള ഇക്കാമ, എൻ്റെ ഹസ്ബൻഡ് എക്സിറ്റ് അടിച്ച് വരികയാണ്. അപ്പം January 2026 ആണ് ലാസ്റ്റ് എൻഡ് ഓഫ് കോൺട്രാക്റ്റ്. പക്ഷേ December 2 അവർ പറഞ്ഞു പോകാൻ, കാരണം ഇക്കാമ 12 റിന്യൂ എക്സ്പയർ ആവും. അവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല 22 ദിവസത്തേക്ക്. അപ്പം ഞാൻ ഭയങ്കര സങ്കടത്തിലായി, കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ലാത്ത അവസ്ഥ, ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. സോ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കറിയില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നതോ, നീ എന്തെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾക്ക് അതിന് വിഷമമൊന്നുമില്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ എങ്ങനെയും ഒന്ന് രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം ജൂനിയർ HR കണ്ടു. HR കാണാൻ പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ HR കാണാൻ പോയ സമയത്ത് എന്നോട് HR പറഞ്ഞു ഓക്കെ, കാരണം ഇക്കാമ റിന്യൂ എൻ്റെ ഹസ്ബൻഡ് ഒരു കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എൻ്റെ ബെനിഫിറ്റ് കട്ടാവല്ല എക്സിറ്റ് അടിച്ച് വരുന്നതുകൊണ്ട്, പിന്നെ അതുമല്ലാതെ എൻ്റെ സാലറി എനിക്ക് 1 month, ഞാൻ നേരത്തെ പോകാം പക്ഷേ എനിക്ക് 1 month സാലറി വേണം എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നോടം വരെയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ജൂനിയർ HR പറഞ്ഞു ഓക്കെ, ബിക്കോസ് അവർക്ക് അതാണ് ലാഭം, ഇക്കാമ റിന്യൂ ചെയ്യുന്നതിൻ്റെ അത്രയും പൈസ ആവില്ല 1 മാസത്തെ സാലറി കൊടുത്ത് ബെനിഫിറ്റ് ഫുൾ കൊടുത്ത് വിടുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിട്ടു. നാളെ വായോ സീനിയർ HR കൂടെ. അപ്പോൾ അന്നും പോയപ്പോഴും എന്നെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇത്രയും മാത്രമേ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടെ ആരുമില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സഞ്ചാരിമായിട്ട് അത് കൂടെ പോയേ പറ്റുമെന്ന് ഞാൻ അത്രമേൽ വിഷമിച്ച് ഞാൻ പറഞ്ഞു, കാരണം രണ്ടുപേർക്കും ജോലിയില്ലാത്ത അവസ്ഥയാണ്. അപ്പം കൂട്ടത്തിൽ ഇവരുടെ എഞ്ചിനീയറോട് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് സീനിയർ HR സമ്മതിച്ചില്ല, പുള്ളി അക്സെപ്റ്റഡ് അല്ല, 1 month ജോലി ചെയ്യാതെ സാലറി തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല, January 2 ഞാൻ പോകുന്നുള്ളൂ, എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നോടം വരെ ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, എഞ്ചിനീയറും എൻ്റെ ഹസ്ബൻഡും രണ്ടുപേരും പറഞ്ഞു ശരി ടെർമിനേറ്റ് ചെയ്യും, കാരണം വിത്തൗട്ട് റീസൺ ഒരു പേഴ്സണെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഒരു 4-5 മാസത്തെ എക്സ്ട്രാ സാലറി കൊടുത്ത് നാട്ടി വേണ്ടത്. ലാസ്റ്റിൽ സീനിയർ HR അറബിക്ക് മനസ്സിലായി എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല. പുള്ളി പറഞ്ഞു ശരി 22 ദിവസത്തേക്കുള്ളതിന് വരും 3 മാസത്തെ ഇക്കാമ റിന്യൂ ചെയ്തു. ഇവൻ എൻ്റെ ചേച്ചിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നു, അവരൊക്കെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ്, ഞങ്ങളെക്കൊണ്ട് വിചാരിച്ചാൽ നടക്കില്ല, നമ്മൾ മലയാളികളെല്ലാം പോയി പറയാനും റിക്വസ്റ്റ് ചെയ്യാനും. അവരുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻറ്റാണ്. അവിടെ മാധവ് മാത്രം അത്ഭുതം പ്രവർത്തിച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നാളിൽ ജോസഫ് അച്ഛൻ്റെ കൈമുത്തിലൂടെ എനിക്കൊരു കാശ് രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഹസ്ബൻഡെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോൾ എവിടെ പോയാലും, സൈറ്റിൽ പോയാലും എപ്പോൾ എവിടെ പോയാലും അത് കൂടെ കൊണ്ടുപോകണം, കാരണം വർക്ക് ചെയ്യുന്ന സൈറ്റിൽ എപ്പോഴെപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്നതാണ്, നമുക്ക് ഒരു അഷുറൻസും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഞാനത് പറയും, കൊന്തയും കാശ് രൂപവും ഒന്നും സൈറ്റിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അത് അകത്ത് കൊണ്ടുപോകും. അടുത്തതായിട്ടുള്ള എനിക്ക് ജോലിയുടെ കാര്യം, ഞാനൊരു 8 months ആയിട്ട് ഗ്യാപ്പ് എടുത്തിരിക്കുന്നു സർജറി കഴിഞ്ഞ്, എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തൊട്ട് ഒത്തിരി റിസഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും, എന്നും നൗക്കറി, ലിങ്ക്ഡിൻ എല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു കമ്പനിയുടെ പേരില്ല, ജസ്റ്റ് ഒരു കൺസൾട്ടൻസിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് മെയിൽ വന്നു, തിരിച്ച് ഓൺ ദ സ്പോട്ട് തന്നെ റിപ്ലൈ മെയിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ പേരോൾ ഓഫ് ഒരു MNC കമ്പനിയുടെ പേരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഊടായിപ്പായിരിക്കും, നടക്കില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും ആരും അയക്കില്ല, ഞാൻ അവർക്കാർക്കും അയച്ചിട്ടില്ല. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ കാണിച്ച പുള്ളി പറഞ്ഞു ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്ക്, ഇന്ന റോളിന് വേണ്ടി എനിക്ക് ഇത്രയും മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആ പുള്ളിനോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൽ അയച്ചത്. മെയിൽ അയച്ചു കഴിഞ്ഞിട്ടും എനിക്ക് കണ്ടിന്യൂസ്ലി ആ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ഓട്ടോമാറ്റിക് മെയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരുടെ സൈറ്റിലേക്ക് കരിയേഴ്സിൽ കയറി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യും. ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. ലാസ്റ്റ് ഈ കൺസൾട്ടൻസിയിൽ ഞാൻ എൻ്റെ റെസ്യൂമെ അയച്ചു കൊടുത്ത പുള്ളി എനിക്ക് വിളിച്ചു, ഈ ഒരു സാറ്റർഡേ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, വെർച്വലാ, ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് നല്ല പനി, എക്സ്ട്രീം നല്ല പനി, എനിക്ക് നേരെ നിൽക്കാൻ പോലും വയ്യ. ഞാൻ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റു, 10 മണിക്ക് എൻ്റെ ഇൻ്റർവ്യൂ, 9:30 ആയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് അറ്റൻഡ് ചെയ്യണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ വീട് എന്നുള്ള രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ കാശുരൂപവും തേനും ഉപ്പും ഇത് 3 എൻ്റെ അടുത്ത് വെച്ചിരുന്നു. ഞാൻ തൈലവും ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. കാശുരൂപം ഞാൻ ആ ഇൻ്റർവ്യൂവറിൻ്റെ നേരെ പുള്ളി കാണാതെ നമുക്ക് വെക്കാൻ പറ്റും, കണ്ടുകൊണ്ട് വെക്കാൻ പറ്റില്ല, അപ്പോൾ കാണാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അറിയാവുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞത് മൊത്തം തെറ്റാണ്. അത് ഞാൻ എന്നിട്ട് ആ ഒരാഴ്ച എനിക്ക് 1 week ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ തെറ്റായിട്ട് പറഞ്ഞത്. ഓക്കെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വിട്ടു. ഫസ്റ്റ് ഇൻ്റർവ്യൂ സാറ്റർഡേ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ട്യൂസ്ഡേ വെൻസ്ഡേ എന്നെ പിന്നെയും കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഓക്കെ ആയി. സെക്കൻഡ് ഫേസ് ടു ഫേസ് ആണ്, അത് നെക്സ്റ്റ് സാറ്റർഡേ. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു 3.5 years ആയി ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ട്.
എനിക്കത് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ കൈയും കാലും വിറയ്ക്കും. ഞാനപ്പം രണ്ടും കൽപ്പിച്ച് ഓക്കെ ജസ്റ്റ് ആ ഒരു കമ്പനിയുടെ ക്യാമ്പസിൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പോയി. കാരണം അത്രയ്ക്ക് ലൈക്ക് ഇന്ത്യയിലൊരു MNC ആണ്. അപ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാനിവിടെ അപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കും. എന്നെ എപ്പോഴും ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരിക്കും. ഓരോരുത്തരും വന്ന് പറയാറുണ്ട്, ലൈക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ടേബിളിൽ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ മോർണിംഗ് 9 പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ട് അവിടെ. ലൈക്ക് മോർ ദാൻ 200 പീപ്പിൾ എന്തായാലും അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ ഇത് എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, എനിക്ക് പക്ഷേ പേടിയാണ്, എൻ്റെ കൂട്ടത്തിൽ കാണണമെന്ന് മാത്രം ഞാൻ ചോദിച്ചു. അപ്പം മാതാവിനോട് ലൈക്ക് അവിടെ കമ്പനിക്കകത്ത് കയറണമെങ്കിൽ നമുക്കൊരു വിസിറ്റർ കാർഡ് കിട്ടും. ഞാൻ ഇവരുടെ സൈറ്റിൽ, ഇവരുടെ ആ കമ്പനിയുടെ കരിയർ സൈറ്റിൽ ലോഗിൻ ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ആൽഫബറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഈ ഡിജിറ്റ്സ് എല്ലാം വേണം. ഞാൻ ഏത് ഡിജിറ്റ്സ് ആണോ എൻ്റർ ചെയ്ത് ആ സെയിം ഡിജിറ്റ്സ് ആണ് എൻ്റെ വിസിറ്റർ കാർഡിൽ എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയത്. അത് ലൈക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയി. ഞാൻ ആ കമ്പനിയുടെ ലോഗിൻ ചെയ്ത അതേ പാസ്വേഡിൽ തന്നെ എനിക്ക് അവിടുത്തെ വിസിറ്റർ കാർഡ് കിട്ടി. ഞാൻ അറ്റൻഡ് ചെയ്യാൻ അകത്ത് കയറി. അറ്റൻഡ് ചെയ്യാൻ എന്നെ 4 മണിക്കാണ് വൈകുന്നേരം വിളിച്ചത്. അതിന് മുമ്പ് വരുന്നവരൊക്കെ ലൈക്ക് പറയുന്നുണ്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവർ പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ട് കൂടിയില്ല, എനിക്കറിയില്ല, അതിന് എനിക്ക് ആൻസർ ഇല്ല, എനിക്ക് പഠിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ആ സമയം ഫുൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂവർ വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി അകത്തോട്ട്. പുള്ളി ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് എന്നെ ലൈക്ക് വെൽക്കം ചെയ്തത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തരുമോ, ഞാനൊന്ന് പോയിട്ട് വരാം, വെളിയിൽ നിന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ ആകെ വിഷമിച്ച് ഇത്രേ ഉള്ളൂ, മാതാവേ ഞാൻ എവിടെ ഉപ്പിടും, ഈ പുള്ളിയുടെ ഫ്രണ്ട് വെച്ച് എനിക്ക് ഉപ്പിടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ അവർ ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പുള്ളി എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ലൈക്ക് 1 മിനിറ്റ് എനിക്കൊന്ന് ടൈം താ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ടേബിളിൽ ഉപ്പിട്ട് ഞാൻ തൈലം നാവേ പുരട്ടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൽ എനിക്ക് 2 ക്വസ്റ്റ്യനെ അറിയാത്തുള്ളൂ. ആ 2 ക്വസ്റ്റ്യനും എനിക്കറിയില്ല. ഞാനത് പക്ഷേ പുള്ളിക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുത്തു, ഞാനത് സോൾവ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് HR റൗണ്ട് ഉണ്ടായിരുന്നു. HR റൗണ്ട് കഴിഞ്ഞ് വേറൊരു HR ഡിസ്കഷൻ എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. അതിനെന്നെ ഒരു HR വിളിച്ചിരുന്നു 2 ഡേയ്സ് കഴിഞ്ഞ്. എൻ്റെ ഈ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടും എന്നെ വിളിച്ചിരുന്നു. ഞാനപ്പോൾ അവിടെ ചെന്ന് ലൈക്ക് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി, മാതാവ് ഇത്രയും എത്തിച്ചിട്ട് ഇനി എന്താ ബാക്കി എനിക്ക് ഇത്രയും ഡിലേ വരുത്തുന്നതെന്നുള്ളൊരു പേടിയായിപ്പോയി. ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്ത് നിർത്തി വരിക, ഞങ്ങൾക്കൊരു വഴി കാണിച്ചേണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ആ HR കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് HR കോൾ എടുക്കില്ല, മെയിൽ അയച്ചാൽ റിപ്ലൈ ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. ഞാൻ മാതാവേ എനിക്ക് സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനൊരു അടയാളം കാണിച്ചു തരണം. ഞാൻ പിന്നെയും ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ HR പേര് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെയിൽ അയക്കാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ HR പേര് S. കാർമൽ മേരി എന്നാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് ഡിലേ ആയാലും എനിക്ക് എന്തായാലും ഇത് കിട്ടും, കാരണം HR എന്നെ വിളിക്കും. വെരി നെക്സ്റ്റ് വീക്ക് തന്നെ ഞാനിങ്ങനെ ഒരു സാക്ഷി കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൺസൾട്ടൻസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ലീവ് ആയതുകൊണ്ട് അവർ അറ്റൻഡ് ചെയ്യാവുന്നത്, HR നാളെ എന്തായാലും വിളിക്കുമെന്ന്. പിറ്റേത് മോർണിംഗ് HR വിളിച്ചു. HR എന്നോട് നല്ല വെൽ ബിഹേവ് ആയിട്ട് സംസാരിച്ചു. പുള്ളിക്കാരി ചെന്നൈ വർക്ക് ചെയ്യുന്ന ആളാണ്, സൈക്ലോൺ ആയതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ HR റൗണ്ടും കഴിഞ്ഞു. എനിക്ക് ലാസ്റ്റിൽ എൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒറ്റൊരു കാര്യമുള്ളൂ, ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യരോട് എനിക്ക് പറയാൻ പറ്റില്ലേന്ന്. പക്ഷേ ഞാൻ ഹൈദരാബാദിലായത് കാരണം ഞാൻ അവിടുത്തെ ഒരു പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട് എൻ്റെ ഓഫർ ലെറ്റർ കാണിച്ചിട്ടാണ് എനിക്ക് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, ഒരു 6 to 7 പീപ്പിൾ. അവരെനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് മാത്രം പറഞ്ഞു. ഇന്ന് ഈ നിമിഷം ഇവിടെ വന്നാണ് ഞാൻ പിന്നെ പറയുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ കൂട്ടത്തിൽ വന്ന് വേറെ ആർക്കും അറിയില്ല എനിക്കൊരു ഇങ്ങനെ കമ്പനിയിൽ ജോയിൻഡായി. ഞാൻ 29th ജോയിൻഡ് ആകാൻ പോവാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ സന്തോഷം. ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എനിക്കൊരു മാതാവ് എനിക്ക് ജോലി തന്നത്. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു തവണ മാത്രം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ സാധാ ഒരു കമ്പനിയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഈ ഒരു കമ്പനി നല്ലെന്ന് ഈ കമ്പനിയുടെ പേര് വരെ പറഞ്ഞ് ഞാൻ മാതാവിനോട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഈ 29th ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകണം. കംപ്ലയിൻറ്റ് പറഞ്ഞ കമ്പനിയിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര എനിക്ക് നാണക്കേടായി. റിജക്ഷൻ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, സാക്ഷ്യങ്ങൾ കേൾക്കാറില്ലേ, റിജക്ഷൻ എപ്പോഴും വരും, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. എനിക്കൊരു വെൽ സപ്പോർട്ടായിരുന്നു പുള്ളി. അപ്പം റിജക്ഷൻ വന്നുകൊണ്ടിരിക്കും, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. നേരത്തെയൊക്കെ ഞാൻ ജസ്റ്റ് ആരെങ്കിലും എനിക്കൊരാൾ കൂട്ട് വേണം പത്രം കൊണ്ട് കൊടുക്കാൻ. ഇപ്പം എനിക്ക് അങ്ങനെ കൂട്ടിൻ്റെ ആവശ്യമില്ല. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്കൂട്ടറിൽ പോകുന്ന വഴിയിൽ ആരെ കണ്ടാലും നിർത്തി ചോദിച്ചാൽ കൊടുക്കുന്നത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടും കൂടെ കൊടുക്കുന്ന അത് കഴിഞ്ഞേ
പിന്നെ, ഞാൻ തനിച്ചു പോകാൻ തുടങ്ങിയ പിന്നെ ആൾക്കാർ വേണ്ടാന്ന് പറയുന്നത് പോലും ഇല്ല. അവർ പറയും ഇപ്പം ഞങ്ങൾ വേറൊരു വഴിക്ക് പോവുക എന്നുള്ള രീതി ചിരിച്ചോണ്ട് പറയല്ലാതെ ഇന്നേ വരെ ഹാഷായിട്ട് പിന്നീട് എന്നോട് ആൾക്കാർ പെരുമാറിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനം വെച്ചാൽ ഞങ്ങളുടെ സാലറിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ ഹസ്ബൻഡ് മാത്രം ജോലി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഞങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കൊടുക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ തന്നെ ജോലിയില്ലാത്ത എനിക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലിയില്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എല്ലാവരോടും എനിക്ക് മാതാവിനെ പറ്റി പറയാൻ പറ്റും. മാതാവ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ മാതാവ് ശരിയാക്കിക്കോളൂ, നിങ്ങൾ വറി ആവണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത്രയും എനിക്കിങ്ങനെ പറയാൻ പറ്റിയത് പോലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാരവും നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാം തിരുവചനം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവമായ കർത്താവ് വലിയ വലിയ വാഗ്ദാനങ്ങളാണ്. നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ എഴുതിയിരിക്കുന്നു. നിൻ്റെ തലമുടി നാര് പോലും അറിയുന്നത് ഞാൻ അറിയുന്നു. ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളും പ്രതീക്ഷകളുമാണ് നമുക്കെപ്പോഴും നാം വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സോണി എന്ന മകൾ എൻ്റെ ജീവിത പങ്കാളിയുമടുത്ത് വന്ന് ഇവിടെ വലിയ ശക്തമായ ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും സാമീപ്യം നൽകി അനുഗ്രഹിക്കുകയും തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഇവരുടെ ജീവിതാനുഭവങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം അവരെ സാമീപ്യം നൽകി അവരെ കൃപ നിറച്ച് അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ ശക്തമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ആണ് പോലും ഇവർക്ക് വലിയ വലിയ നേർച്ച വസ്തുക്കളൊന്നും ഇവർക്ക് ലഭിക്കാതിരുന്ന ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയിൽ വളരെയധികം ശരണപ്പെട്ടുകൊണ്ടാണ്, വളരെ സങ്കടത്തോടുകൂടിയാണ് തൻ്റെ ജോലിയിൽ വന്ന ഒരു വലിയ തകർച്ചയിലൂടെ കൊളീഗ്സിൻ്റെ ടോർച്ചർ ട്രീറ്റ്മെൻറ്റ് വളരെ ഇൽ ട്രീറ്റ് ചെയ്ത ഒരു വലിയ അവസ്ഥയിലാണ് ഈ മകൾ ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. വളരെ പെട്ടെന്നായിരുന്നു ആ കമ്പനിയിൽ നിന്ന് അവർക്ക് റിലീവ് ആകാനുള്ള വലിയ സാധ്യത ലഭിക്കുന്നത്. നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം വിശ്വസ്തരാണെങ്കിൽ നമുക്ക് എപ്പോഴും വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം നൽകുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ്. നമുക്കറിയാം, നമ്മുടെ ഏത് ജീവിതാവസ്ഥയിലും നമുക്ക് പെട്ടെന്ന് ഇൻസെൻറ്റീവായി ഈശോ വലിയ ഒരു അനുഗ്രഹം നൽകും. അത് ആ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു വലിയ സമ്മാനമാണെന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ വിസ റിന്യൂവൽ ടൈമിൽ, ഇക്കമ റിന്യൂവൽ ടൈമിലെല്ലാം പരിശുദ്ധ അമ്മ ഇവരെ സംരക്ഷിച്ച് ഇവരെ കൂടെ ചേർത്ത് നിർത്തിയ വലിയ വലിയ അത്ഭുതങ്ങൾ ഇവർക്കുണ്ടായി എന്ന് ഏറ്റു പറയുന്നു. ലീവ് അപ്രൂവൽ ഇത് പരിശുദ്ധ അമ്മ തന്നെ നൽകുന്നതാണോ എന്നുള്ളതിൻ്റെ ഒരു അപ്രൂവൽ കൂടി മറ്റുള്ളവർക്കൊന്നും സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നിട്ട് ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് ഇതെല്ലാം ലഭിച്ചിട്ട് ദൈവത്തിന് നിന്നെ കൊണ്ട് എന്തുപകാരം എന്ന് ജോസഫ് അച്ഛൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ ആസ്തി, നമ്മുടെ ആധ്യാത്മിക ആസ്തി നാം സ്റ്റോർ ചെയ്യേണ്ടതും നമുക്ക് കാരുണ്യ പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് ഉത്തരം നൽകേണ്ടതും വിശ്വാസ പ്രഖ്യാപനവും വിശ്വാസ കൈമാറ്റവും വളരെ അനിവാര്യമായ ഒരു ജീവിത ശൈലിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ് വിശ്വാസ കൈമാറ്റം എന്നുള്ളത്. ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് പേഴ്സണലായി ഉടമ്പടി എടുത്തിട്ടുള്ള, ഈശോയെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു ദമ്പതികളാണ് ഇവർ വ്യക്തിപരമായി ഈശോയ്ക്ക് നന്ദി പറയുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഉപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നാലാമതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാവരുടെ മുമ്പിൽ ഞാൻ സന്തോഷപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് മരിയ തങ്കം. ഇതെൻ്റെ മകനാണ് അഖിൽ ഡേവിഡ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ പ്ലാത്താങ്കര സ്വർഗാരോപിത മാതാ ഫറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കെൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പോൾ പറയുന്നത്, എനിക്ക് 32 വർഷം കൊണ്ട് എൻ്റെ 2 കാൽപാദങ്ങളിലും എക്സിമോ പോലുള്ള ചൊറിഞ്ഞു പൊട്ടൽ, നീരൊലിച്ച് വളരെ അസഹനീയമായി
വളരെ ദുസ്സഹനീയമായ വേദന അനുഭവിക്കുകയായിരുന്നു. എപ്പോഴും ഡോക്ടറെ കണ്ട് ഹൈ ഡോസ് മരുന്നുകളൊക്കെ കഴിച്ച് അപ്പോൾ 2 ദിവസത്തേക്കൊരു പ്രയാസം മാറി നിൽക്കും, വീണ്ടും പഴയ വഴി തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാൻസർ രോഗത്തിന് കീഴടങ്ങേണ്ടി വരികയും അങ്ങനെ എനിക്ക് ഈശോയും അമ്മയും നല്ല സൗഖ്യം തന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരുമ്പോഴും ഈ ഹൈ ഡോസ് മരുന്ന് കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അവസാനം ഈ രോഗം കയറി മൂർധന്യ അവസ്ഥയിലായി. യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരിടവും പറ്റുന്നില്ല, വളരെ നീറ്റലാണ്. ഈ നീറ്റൽ കൊണ്ട് ഞാൻ റോഡെ ഇറങ്ങി ഓടി, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, മാതാവേ, എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ടൊരു അവസരം ഒരുക്കി തരണം. പെട്ടെന്ന് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് ഇനി ഒരിക്കലും ഈ രോഗം ഉണ്ടാകരുത് എന്ന് ഞാൻ കരഞ്ഞ്, എൻ്റെ ഇടവക വെച്ച് തന്നെയാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് ഞാനിങ്ങനെ റോഡെ ഓടെയാണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആ സമയത്ത് മാതാവ് ഒരു ബോട്ടിൽ നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഒരു ബോട്ടിൽ ഉപ്പ് വച്ച് നീട്ടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും ഉടമ്പടിയിലൂടെയുള്ള തേനും ഉടമ്പടി തൈലവും ഞാൻ ശരീരത്തും ഉള്ളിലും സേവിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഉപ്പ് എന്ന് ചോദിച്ചു. ഈ വളരെ ദുസ്സഹനീയമായ ആ 2 കാലുകളിലും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉപ്പ് വാരിയിടും, എന്നിട്ട് ഒരു മാറ്റവുമില്ല. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഉപ്പ് തന്നത് വെള്ളത്തിൽ ലയിച്ചിട്ട് അലിയിച്ച് കാലിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഉപ്പ് ഞാൻ ലേശം കുളി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ 2 കാലിലും ഈ ഉപ്പ് ഞാനെടുത്ത് അങ്ങ് ഒഴിക്കുമായിരുന്നു, അലിയിച്ച ഉപ്പ്. 4 ദിവസം ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചു. 5ൻ്റെ അന്ന് എനിക്കൊരു ചൊറിച്ചിലും ഇല്ല. അവിടെ എല്ലാം പതുക്കെ സൗഖ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടും ഞാൻ ഈ ഉപ്പ്, ആ ഒരു ബോട്ടിൽ ഉപ്പും തീരുന്നത് വരെ ഞാൻ ഉപയോഗിക്കുകയും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. കാലിൽ ഓട്ടം തന്നെയാണ്. ഞാൻ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ ഓട്ടം തന്നെയാണ്, ഒരു കുഴപ്പവുമില്ല. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. രണ്ടാമത് എനിക്ക് കിട്ടിയ ഈ ഉടമ്പടി ജീവിതത്തിലെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അതിർത്തിയിൽ തന്നെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഈ അതിരിൻ്റെ 2 വശവും കുത്തനെയുള്ള താഴ്ചയുള്ള സ്ഥലമാണ്. വലിയ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ഈ മരം വന്ന് വീഴുന്നത് ഞങ്ങളുടെ വീടിന് മുകളിലൂടെ ആയിരിക്കും. വളരെയധികം ഭയമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ആ ഉടമസ്ഥരോട് വിളിച്ച് പറയുമായിരുന്നു, ഈ മരം ഒന്ന് മുറിച്ച് തരാനായിട്ട് സാധിക്കുമോ? നമുക്ക് തർക്കമില്ല, പ്രശ്നമില്ല, നിങ്ങളുടേത് തന്നെയാണ് മരം, നിങ്ങൾക്കൊന്ന് മുറിച്ച് മാറ്റാമോ? നാളെ ഒരു സമയം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നാട് നിങ്ങളെ ഇട്ടിരിക്കില്ല, അതുകൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ആ സ്ഥലവും വീടും കൂടെ തരികയാണെങ്കിൽ ഞാൻ എടുക്കാം. പിന്നെ ഫോൺ ചെയ്താലും എടുക്കത്തില്ല. 5 വർഷം ഞാനിങ്ങനെ കൂടെ ഫോൺ ചെയ്യും, അയാൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അവസാനം ഒരു ദിവസം ഞാൻ മാതാവിനോട് തന്നെയാണ് ഒരു വൈകിയ നിമിഷം ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു വലിയ പ്രതിസന്ധി എന്തെങ്കിലും വന്ന് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയാൽ അതിന് മാതാവ് തന്നെയാണ് അതിൻ്റെ പരിരക്ഷ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ടത്. എനിക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ ഈ പ്രശ്നം തരികയാണ്, അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പ് ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആരും കണ്ടില്ല, ഞാനും എൻ്റെ മകനുമായിട്ട് ഉപ്പ് കൊണ്ട് ഇടുകയും ചെയ്തു. 5ാമത്തെ ദിവസമായപ്പോൾ ഒരു 9:30 സമയം വൈകുന്നേരം ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വന്നു. ഞാൻ എടുത്തു. ആരാണ്? അപ്പോൾ ഞാൻ ഇന്നയാളാണ്. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി വൈകിട്ട്? അപ്പോൾ പറയുന്നു, ചേച്ചി, ഞങ്ങൾ നാളെ രാവിലെ മരം മുറിക്കാൻ വരും, ചേച്ചി വീട്ടിൽ കാണുമോ എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ കാണും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അവർ ബന്ധക്കോസ്ത സഹോദരങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയോട് ഞാൻ ഈ വിഷയം കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാണ്, ആഹാ, അങ്ങനെയാണോ എന്ന്. അപ്പോൾ എനിക്കതും വലിയ സന്തോഷമായി. മരം മുറിക്കാൻ രാവിലെ വന്നു. ഞാൻ സ്നേഹപൂർവ്വം അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അവർ മുറിച്ചിട്ട് പോവുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ ബാങ്കിൽ എനിക്കൊരു ചെറിയ ബാധ്യതയുണ്ടായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി മാത്രമേ എനിക്ക് ആ ലോണ് അടയ്ക്കാനായിട്ട് സാധിക്കൂ. എന്നാൽ ബാങ്കിൽ 20-ാം തീയതി തന്നെ അടയ്ക്കണം. എനിക്ക് സാധിക്കില്ല. അവസാനം ഇങ്ങനെയുള്ള ഒരു വലിയ പെൻഡിങ് തുക ഇങ്ങനെ വരികയുണ്ടായി. ഈ തുകയ്ക്ക് വേണ്ടിയിട്ട്, ചെറിയ തുകയേ ഉള്ളൂ,
എല്ലാ ദിവസവും ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് വരും. ഞാൻ എവിടെ പോയാലും അവിടെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഭയങ്കര ശല്യമായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും തുകയ്ക്ക് നിങ്ങളിങ്ങനെ വീടുകളിൽ എന്നും കയറി ഓടണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചുമതലയല്ലേ, ഞങ്ങളുടെ ധർമ്മമല്ലേ, ഞങ്ങൾക്കത് ചെയ്തേ മതിയാകുമെന്ന്. പ്രൈവറ്റ് ബാങ്കുകളാണ്, അവരതുകൊണ്ട് ഓടും, കുഴപ്പമില്ല. പക്ഷേ ഈ ലോണ് തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത് അടയ്ക്കാൻ വേണ്ടി പലരെയും സമീപിച്ചു. ആരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ 2-3 ദിവസം എനിക്ക് ടൈം തന്നു. ഈ സമയത്ത് ഞാൻ പലരോടും ആവശ്യപ്പെട്ടു, കിട്ടിയില്ല. ആ ഡേറ്റിൻ്റെ അന്ന് ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചിട്ട് വൈകുന്നേരം വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്ത് പറ്റി, നിങ്ങൾക്ക് പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞു, മാനേജറിന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരും ചിലപ്പോൾ ഉണ്ടാകില്ല, എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് മാത്രമേ സഹായിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് പറ്റില്ല മാഡം, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തു തരാൻ പറഞ്ഞു. ഉടനെ അവർ സന്തോഷത്തോട്, ഞാൻ പറഞ്ഞു, എന്നെ ഒരു 100 വഴക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. അവർ സന്തോഷത്തോടെ പറയുകയാണ്, മോളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും അഡ്വാൻസ് ചെയ്യാമെന്ന്, 1-ാം തീയതി ആകുമ്പോൾ പൈസ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ എന്നും നന്ദി. 1, 2, 3 സാക്ഷ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴും അതിനെല്ലാം ഞാൻ ഇന്നും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈശോ അമ്മ ലോകത്തിന് കൈമാറിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ഇന്നും അത് കൃത്യമായിട്ട് മെനഞ്ഞെന്നായിരുന്നു അവർ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. 1-ാം തീയതി ആകുമ്പോൾ ഞാനും എൻ്റെ മകനും കൂടെ അവരുടെ വീട്ടിൽ പാറശാല കൊണ്ടുപോയിട്ട് ഈ ക്യാഷ് അങ്ങ് കൊടുക്കും. എന്നെ വളരെയധികം എനിക്ക് സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു ഇത്. മറ്റൊന്ന്, ഞാൻ ചെയ്യുന്ന ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ അമ്മയെ വളരെയധികം ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഈ ജീവിത ക്ലേശങ്ങളിൽ എന്നെ ഒത്തിരിയേറെ അമ്മ സഹായിക്കുന്നത് ഒരു കൈ നീട്ടി ഒരു വഴി എനിക്ക് തുറന്നു തന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അതിനുദാഹരണം എന്ന് പറയുന്നത്, എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നയിക്കുന്ന മരിയൻ ഉടമ്പടി ധ്യാന ശുശ്രൂഷ കണ്ടിട്ട് അടുത്ത തിങ്കൾ വരെ എല്ലാ ദിവസവും ഈ സെയിം ധ്യാനം ഞാൻ കേൾക്കും. എല്ലാ ദിവസവും കേട്ട് ധ്യാനത്തിലൂടെ എനിക്ക് തീഷ്ണതയിലൂടെ വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതെനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർച്ചയാണ് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു സ്കൂൾ ഓഫ് ഡാൻസ് അല്ല, സ്കൂൾ ഓഫ് മ്യൂസിക്കും അല്ല, ഇതൊരു സ്കൂൾ ഓഫ് ഗോഡാണ്. അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഗോഡിലൂടെ എനിക്ക് ഒത്തിരിയേറെ എൻ്റെ പുറമേയുള്ള രംഗങ്ങളിലും എൻ്റെ ഇൻറ്റേർണൽ രംഗങ്ങളിലും എക്സ്റ്റേണൽ രംഗങ്ങളിലും എന്നെ ഒത്തിരിയേറെ കൈപിടിച്ച് സ്വാധീനിക്കുകയാണ്. ഈ വളർച്ചയെന്ന് പറയുമ്പോൾ ഏത് വചനം കേട്ടാലും, അതായത് ഈ ധ്യാനങ്ങളിലൂടെ കേട്ട് എല്ലാ വചനവും ഞാൻ എന്നെ ശരിക്കും ഫീൽ ചെയ്യുന്ന വചനങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി സൂക്ഷിച്ച് കാണാതെ പഠിക്കാം. അന്നു തന്നെ എല്ലാ ദിവസവും ഒരു 150-ൽ പരം വചനങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അന്ന് എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ഒരിടവും പോകാനായിട്ട് സാധിക്കില്ല. അത്രയും ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. അതിനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കും. ആരാണെന്ന് ചോദിച്ചാൽ ഈശോയാണ്. ഈശോയുടെ ആ നല്ല വേഷത്തിൽ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ 2 കാൽപാദത്തിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈശോ ഇങ്ങോട്ട് എൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നത്. എനിക്കിന്നും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അമ്മയെ ലോകത്തിന് കൈമാറിക്കൊണ്ട് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഞാൻ 2022-ലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ ആത്മീയപരമായിട്ട് എനിക്ക് കുറേ സ്ട്രഗിൾ ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിരുന്നു. ആ ടൈമിൽ എനിക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമാണ് നിലനിന്നിരുന്നത്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ എല്ലാവരും 2-3 പേരും എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നും വിഷമം വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകത്തില്ല, വീടിൻ്റെ അകത്ത് തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സമയത്ത് മമ്മി പുറത്ത് പള്ളിയിൽ വരുന്ന 2-3 അങ്കിൾമാരെടുത്ത് അവരുടെ വിഷമം പറയുമ്പോൾ അവർ പറയും ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് അവർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു നാൾ 2-3 പേര് വന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ച സമയത്ത് ഒരു 1 hour എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു.
അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ അവരോട് ഷെയർ ചെയ്തു എൻ്റെ പ്രോബ്ലംസ്. ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്നത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്നാണ്. അങ്ങനെ എല്ലാവരും പറയുന്ന അനുസരിച്ച് ഞാൻ 2022 ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, പത്രം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ, ഈ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ, ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എനിക്കിത് പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്ന് തിരിച്ചു പോയപ്പോഴും എനിക്കിത് സെയിം പ്രശ്നങ്ങളായിട്ടാണ് വീണ്ടും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം ഇവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഇവർ വീണ്ടും പറയുന്നത് ഉടമ്പടി എടുക്കുന്ന. അങ്ങനെ ഞാൻ കരുതി ഞാൻ പല മറ്റു മാർഗ്ഗങ്ങളിലും പോയിട്ടുണ്ട് ഈ വിഷയം ഒന്ന് മാറാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫസ്റ്റ് നാൾ തന്നെ നൈറ്റ് എനിക്ക് ഉറങ്ങുന്നതിന് മുന്നായിട്ട് എനിക്ക് നല്ല സ്മൈലിംഗ് ഉണ്ടായി. അത് എങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ആ നടന്ന സമയത്ത് എൻ്റെ അസ്വസ്ഥത ഒരു 5 മിനിറ്റ്സ് പെട്ടെന്ന് മാറിപ്പോയി. ഈ മാറ്റം എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് ഞാൻ മമ്മിയുടെ ഷെയർ ചെയ്തു, പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ ഷെയർ ചെയ്തു. അവർ പറയുന്നത് നീ ഉടമ്പടിയിൽ നന്നായിട്ട് വിശ്വസിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ മുമ്പോട്ട് പോയതിന് ശേഷം ആ സെയിം പ്രശ്നങ്ങൾ വീണ്ടും എനിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇവിടെ വന്നിട്ടും കാര്യമില്ലല്ലോ, ഒരു രക്ഷയും കിട്ടുന്നില്ലല്ലോ എന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഞാൻ ഈ ഫോളോ അപ്പ് ലേശം പിന്നിലേക്കാക്കി. അങ്ങനെ വന്നപ്പം വീണ്ടും അവരെ പ്രേയറിന് വിളിച്ചു. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഉടമ്പടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞ് എനിക്കിപ്പം ന്യൂസ് പേപ്പറിന്ന് കൊണ്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും മുടക്കരുത്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു, നീ പുതുക്കി ഒരു 2-3 പ്രാവശ്യം പുതുക്കുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് എന്തായാലും മറ്റ് ഓപ്ഷൻസ് എല്ലാം നോക്കിയോണ്ട് ഇതും കൂടെ അവസാനമായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ അതും നോക്കിയ സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ പുതുക്കിയ സമയത്ത് എൻ്റെ പ്രോബ്ലംസിൽ ഒരു 85% ചേഞ്ച് ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വീടിൻ്റെ പുറത്തിറങ്ങുന്നത്. ഇതുവരെ ഞാൻ ഈ പ്രശ്നം കാരണം വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ ചെറുപ്പം മുതൽ വീടിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ വീണ്ടും സെക്കൻഡ് ടൈം പുതുക്കി, ഇപ്പം തേർഡ് ടൈം പുതുക്കി. എനിക്കിപ്പം ഈ തേർഡ് ടൈമിൽ വെച്ച് എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ ഒരു വിഷയവുമില്ല. ഇപ്പം ഞാൻ പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്, പല പാർട്ടീസിലും പോകുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം പോകുന്നുണ്ട്. അതിനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയും യേശുവിനും തന്ന രക്ഷയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എൻ്റെ ചെറിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന അറിയത്തില്ല. ചെറിയ പൈശാചികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിയിരുന്നത്. അപ്പം ഈ പ്രശ്നങ്ങൾ മുഖാന്തരമാണ് എനിക്കിവിടെ പോകാൻ സാധിക്കാത്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഒരു സമയത്ത് ഞാൻ ബൈബിൾ സഹിതം എടുത്തെറിഞ്ഞിട്ടുണ്ട്, ജപമാല പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത സമയത്തൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവസാനം ഞാൻ പള്ളിയിൽ പോകുന്നതിന് 2 ദിവസത്തിന് മുന്നേ ഈ ഒരു അച്ഛൻ എന്നെ വന്ന് കണ്ടായിരുന്നു. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ കണ്ട സമയത്ത് എന്നോട് അച്ഛൻ ചോദിച്ചു, നീ ആലപ്പുഴ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് എടുത്തച്ഛാ, എങ്ങനെയാണ് അവിടെ പോകാൻ സാധിച്ചതെന്ന് ഉടമ്പടി എടുത്തതെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയുണ്ട് മോനെ ചേഞ്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എനിക്കിപ്പോൾ ഇത്ര നല്ല ചേഞ്ചുണ്ട്. ഞാൻ പള്ളിയിലെന്ന് ആദ്യമായിട്ട് ഞാൻ പോയ സമയത്താണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്, നിന്നെ ഇതുവരെ ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ എന്നാണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ ഇപ്പം കറക്റ്റായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രെയർ ഗ്രൂപ്പിലുണ്ട്, ചർച്ചിൻ്റെ കാര്യങ്ങളിലെല്ലാം നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഇപ്പം ഫുൾ ഹാപ്പി ആയിട്ട് സന്തോഷം മുമ്പോട്ട് പോകുന്നു. ഈ തന്ന അനുഗ്രഹത്തിന് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. യെശയ്യാ 43:2-3 തിരുവചനങ്ങൾ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. മരിയ തങ്കം എന്ന ഈ അമ്മയും ഡേവിഡ് എന്ന മകനും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മരിയ തങ്കം എന്ന ഈ അമ്മ ഏതാണ്ട് 14 തവണയോളം ഉടമ്പടി പുതുക്കി ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. അമ്മയുടെ ഓരോ വാക്കും ഉടമ്പടി എങ്ങനെയാണ് പാറമേൽ പണിത ഭവനം പോലെ തൻ്റെ ആത്മീയ ജീവിതത്തെയും ഭൗതികമായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ പറ്റും വിധം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഒരു ക്ലേശവും തൻ്റെ ഭവനത്തിൽ വന്നലയ്ക്കാതിരിക്കുവാൻ തക്കവിധം അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ എല്ലാ കഠിന വിഷയങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവശരണത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് അമ്മ നമ്മോട് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. 38 വർഷം പഴക്കമുള്ള എക്സമ എന്ന രോഗമാണ്
സഹോദരി പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിച്ചു തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കരങ്ങളിൽ കിട്ടിയ ഉടമ്പടി ഉപ്പിലൂടെ അത് നിരന്തരം ദ്രവരൂപത്തിൽ എൻ്റെ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ട് അമ്മയുടെ സഹായത്താൽ അമ്മ കൈമാറിയതായി വിശ്വസിച്ചേറ്റെടുത്ത് ഞാനത് ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായും മറ്റൊരു മരുന്നോ ലേപനമോ ഇല്ലാതെ അമ്മ സൗഖ്യപ്പെടുത്തിയെന്ന്. രണ്ടാമത്തത്, 5 വർഷമായി ഒരു മരം വെട്ടാൻ വേണ്ടി അയൽപക്ക ഭവനത്തോട് ആവശ്യപ്പെട്ട് ഒരിക്കലും അതിനോട് ചെവി തരാതെ ഒന്നും മറുപടി പറയാതെ എതിർത്ത് നിന്നിരുന്ന കുടുംബം ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് 5-ാം നാൾ യാതൊരു തടസ്സമോ പ്രയാസമോ ഇല്ലാതെ ഇങ്ങോട്ട് വിളിച്ച് അടുത്ത ദിവസം ആ മരം വെട്ടുന്ന കാര്യം പറയുകയും അതങ്ങനെ വെട്ടിക്കളയുകയും ചെയ്തത്. രണ്ടും സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു വിഷയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എത്ര പഴക്കമുള്ളതും എത്ര നാളായി നാം അലഞ്ഞു തിരിഞ്ഞ് ഒരേ വിഷയങ്ങൾ നിരന്തരം മറ്റുള്ളവരുമായി ഇടപെട്ടിട്ട് നടക്കാതിരിക്കുന്നതുമായ കാര്യങ്ങൾ ദൈവം ഇടപെടുമ്പോൾ നിസ്സാരമായി നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് അനുഗ്രഹിച്ച് തരുന്നതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. മകൻ സൂചിപ്പിച്ചു, ചില തെറ്റായ കാര്യങ്ങളിലേക്ക് വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ പതറിപ്പോവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ആവാതെ വല്ലാതെ ഒറ്റപ്പെട്ടും മൂകനായും മറ്റാരോട് ബന്ധമില്ലാതെയും ഒക്കെ ജീവിച്ച നാളുകൾ. എന്നിട്ട് മറ്റ് വിശ്വാസ രീതികളിൽ പോയി ഓരോ കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ആശ്വാസത്തിന് വേണ്ടി മകൻ സ്വീകരിക്കുകയും ചെയ്തു. അവൻ തന്നെ പറഞ്ഞു, എനിക്ക് കുർബാനയില്ല, വിശുദ്ധ ഗ്രന്ഥം വലിച്ചെറിഞ്ഞു, ജപമാല വലിച്ചു പൊട്ടിച്ചു. അങ്ങനെ നിരന്തരമായിട്ട് ദൈവത്തെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ, നിന്ദിക്കാമോ, അവഹേളിക്കാമോ ആ രീതികളിലൊക്കെ മകൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നുപോയ പൈശാചിക ബന്ധനങ്ങളുടെ നാളുകളെക്കുറിച്ച് മകൻ പറയുന്നുണ്ട്. ഉടമ്പടി എടുക്കുവാൻ അമ്മ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ കണ്ണീരും കൃപാസന മാതാവിൻ്റെ സന്നിധിയിലുള്ള നിരന്തരമായ ഇടപെടലും ശരണപ്പെടലും എൻ്റെ ജീവിതത്തെ തിരികെ പിടിക്കുവാൻ വേണ്ടിയായിരുന്നു. അമ്മയുടെ ഉടമ്പടി ജീവിതവും അമ്മയുടെ നിരന്തരമായ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥവും അതോടൊപ്പം ഉടമ്പടി എടുക്കുവാൻ എനിക്ക് നൽകിയ പ്രചോദനവും ഈ തിരുമണ്ണിലേക്ക് എന്നെ എത്തിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ ഉടമ്പടി ജീവിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി മാറിപ്പോകുന്നത്, ഞാൻ പരാജയപ്പെട്ടിടങ്ങളിൽ എനിക്ക് വിജയങ്ങൾ നൽകുന്നത്, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ തകർന്ന് തരിപ്പണമായ ജീവിതത്തിന് സമാധാനവും സന്തോഷവും പ്രത്യാശയും പകർന്നത്, വീടിന് പുറത്തിറങ്ങാനാവാതെ ഒറ്റപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിന് ഇന്ന് കൂട്ടുകാരോടൊപ്പം പള്ളിയോടൊപ്പം അച്ഛനോടൊപ്പം കുർബാനയോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ പുതുക്കിപ്പണിയുവാൻ എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എന്നെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒട്ടും ചെറിയ കാര്യമല്ല മകനെ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ജീവിതം കൈവിട്ടു പോയത്, വല്ലാതെ തകർന്നു പോയത്, ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് മറ്റുള്ളവർ ഈ മകനെക്കുറിച്ച് പറഞ്ഞ ജീവിതത്തെയാണ് അമ്മ മാതാവും തിരുക്കുമാരനും ഏറ്റവും സന്തോഷത്തോടെ പൂർണ്ണമായി പുതുക്കിപ്പണിന് ദൈവകൃപ നിറച്ചുകൊണ്ട് ലോകത്തോട് ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ പറ്റും വിധം ജീവിതത്തെ ശാക്തീകരിച്ച് ഈ അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വലിയവനാണ്. അഗ്നിയിലൂടെ നടന്നുപോയാൽ നാം അതിൽ കത്തിപ്പോകാത്ത വിധം, സമുദ്രത്തിൽ മുങ്ങിപ്പോയാൽ നാം അതിൽ മുങ്ങിപ്പോകാത്ത വിധം, നമ്മളെ രക്ഷിക്കുവാൻ തക്ക വിധം അവൻ്റെ കരങ്ങൾക്ക് ബലമുണ്ട്, അവൻ്റെ ഹൃദയത്തിന് സ്നേഹത്തിൻ്റെ നിറവുണ്ട്, അവൻ്റെ കണ്ണുകൾക്ക് വീണ്ടെടുക്കുവാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈശോയിലേക്ക് ആശ്രയിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ ജീവിതം ഇന്ന് ഏത് തകർച്ചയിലാണെങ്കിലും, എത്ര കണ്ട് സങ്കട കണ്ണീരിലാണെങ്കിലും, എത്ര കണ്ട് എല്ലാവരും ഉപേക്ഷിച്ച അവസ്ഥയിലാണെങ്കിലും ഈശോ മാത്രം അവൻ്റെ കൃപയാൽ നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് ലോകത്തിൽ വീണ്ടും പ്രശോഭിക്കുവാൻ, നന്മകൾ ചെയ്യുവാൻ, ദൈവസ്തുതികൾ ഉച്ചരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകനും ഈ അമ്മയും ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആത്മീയ പരിവർത്തനങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.